2013 ബിടെക് കഴിയുന്നത്. ഇത്രയും നാളിന് ശേഷം ഇനി വീണ്ടും ആ സബ്ജക്ട്സ് ഒക്കെ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതും ഇത്ര ഉത്തരവാദിത്തങ്ങൾ ഇത്രയും ഉണ്ടല്ലോ, കുഞ്ഞിന്റെ കാര്യം, വീട്ടു ജോലി, പിന്നെ ഓഫീസ് കാര്യങ്ങൾ. ഇതിനിടയിൽ ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ബിടെക്കിന് ഒരുവിധം പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബിടെക്കിനൊക്കെ പഠിക്കുമായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവും. പക്ഷെ അത് ടോട്ടലി തെറ്റി. ആ എക്സാം ക്വാളിഫൈ ആയതേ ഇല്ല. ഡയോഡ് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഡയോഡ് എങ്ങനെ, സിമ്പിൾ മാത്രം ഓർമ്മയുണ്ട്, അതിന്റെ വർക്കിംഗ് ഒന്നും അറിയത്തില്ല. അത്രയും ബ്ലാങ്ക് ആയിരുന്നു. സ്റ്റാർട്ടിങ് സ്ലോ ആയിരിക്കും, നമ്മൾ അതിന് വിഷമിക്കാൻ പാടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും തുടക്കത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ വരും. അത് കണ്ട് നമ്മളങ്ങ് ഇനിയിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. പ്രത്യേകിച്ച് അനലോഗ് സർക്യൂട്ട്സ് എടുത്ത് പറയണം. ആ ഗോപാൽ സാറിന്റെ ക്ലാസ്, ആ BJT-യുടെ ഒക്കെ വർക്കിംഗ്, ഞാൻ എംടെക് വരെ പഠിച്ചതാണെങ്കിൽ എനിക്ക് BJT-യുടെ വർക്കിംഗ് സത്യം പറഞ്ഞാൽ ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാതൊക്കെ പഠിച്ച് ഇലക്ട്രോൺ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും എന്നല്ലാതെ അത് ഇതാണ് സംഭവം എന്ന് കറക്റ്റ് മനസ്സിലായത് സാറിന്റെ ആ ഒരു ക്ലാസ് കൊണ്ടിട്ടാണ്. അപ്പൊ സാറിന്റെ ക്ലാസ് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഡീപ്പായിട്ട് ഇപ്പൊ BJT പറ്റിയാലും സാർ എന്റെ വർക്കിംഗ് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോസ് ചെയ്തൊക്കെ വെച്ചിട്ട് റീവൈൻഡ് ഒക്കെ ചെയ്ത് 2-3 തവണയൊക്കെ കേട്ട് മനസ്സിലാക്കി എടുക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. സാർ അത്രയും ഡീപ്പായിട്ടാണ് ക്ലാസ്സസ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ആ ജോലി സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. ബാക്കി എല്ലാ ക്ലാസ്സുകളും നല്ലത് തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ നോട്ട്സ് ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ലൈഫ് ടൈം നമുക്ക് അത് ഉപയോഗിക്കാം. ഏത് എക്സാംസ് വന്നാലും ഈ നോട്ട്സ് മതിയാവും. നമുക്ക് ഇടയ്ക്ക് അടുത്തൊരു എക്സാം പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി, വീണ്ടും ക്ലാസ് ഫുള്ളിരുന്ന് കേൾക്കണമെന്നില്ല. ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നു. നമ്മൾ അത് ഒരിക്കലും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സമയം ഒരു വേസ്റ്റ് ആയിട്ട് കരുതരുത്. എനിക്ക് ശരിക്കും ആദ്യം പഠിച്ചു തുടങ്ങിയ സമയത്ത് ഒരു ടെസ്റ്റ് സീരീസ് ചെയ്ത് 20 മാർക്ക് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ലെന്ന് വെച്ചാൽ എവിടെയാണ് തെറ്റ് പറ്റിയത് നോക്കി ആ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുക, ഇതേപോലെ നോട്ടിലോട്ട് മാറ്റി എഴുതുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല. അത് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് കാണുമല്ലോ, അതുകൂടെ നോക്കി അതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളത് വേറൊരു ബുക്കിലൊക്കെ മാറ്റി എഴുതി ഒക്കെ വെച്ചായിരുന്നു. സാറിന്റെ ക്ലാസ് ഇത്രയും നല്ലതായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ഇന്റർവ്യൂ വന്നാൽ തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ലതാണ് പറയാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. കുഞ്ഞിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഹസ്ബൻഡാണ് ആ സമയത്ത് അത്ര നോക്കിയത്. ലാസ്റ്റ് പിന്നെ അവളും കുറെ സഹകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ എന്തിനോ പഠിക്കുന്നുണ്ട്. പക്ഷെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ പ്രഷറിനെ പോലെ തന്നെയാണ് പഠിച്ചത്. കിട്ടുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ആ ഒരു നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ആയിരുന്നു. ടെസ്റ്റ് സീരീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതൊക്കെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടി. നമുക്ക് എഴുതാനുള്ള സ്പീഡ് കൂടിയായിരുന്നു. എന്നെ അവിടെ നിന്ന് സ്കോറിന്നാണ് വിളിച്ചിങ്ങനെ പറയുന്നത്. റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല, ഇങ്ങനെ വന്നായിരുന്നു. വന്നിട്ടുണ്ട് സൗമ്യ സെക്കൻഡ് റാങ്ക് ആണ്. ഞാൻ ചോദിച്ചത് ഞാൻ തന്നെയാണോ? എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാടൊക്കെ ഇമോഷണൽ ആയി. ഹസ്ബൻഡും അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു. കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. ആ ഒരു സമയം അത് കിട്ടണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു, അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം, സക്സസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWDയിൽ സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ സൗമ്യയാണ്. നമുക്ക് സൗമ്യയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം എങ്ങനെയാണ് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിൽ സെക്കൻഡ് റാങ്ക് നേടാൻ സാധിച്ചത്. അതിനുവേണ്ടി സൗമ്യയെ ഹെൽപ്പ് ചെയ്ത സ്ട്രാറ്റജീസ് എന്താണ്, അതിന്റെ പിന്നിലെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, ഇതെല്ലാം നമുക്ക് നേരിട്ട് തന്നെ സൗമ്യ ചോദിച്ചറിയാം. സൗമ്യ നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ സൗമ്യ? ഞാൻ ട്രിവാൻഡ്രമാണ് എന്റെ സ്ഥലം. അച്ഛനും അമ്മയും എല്ലാം ട്രിവാൻഡ്രം തന്നെയാണ് സ്ഥലം. ഞാൻ ശ്രീകാര്യം എന്നുള്ള സ്ഥലത്താണ് താമസിക്കുന്നത്. ഹസ്ബൻഡ് കുഞ്ഞും ഞാനുമാണ് വീട്ടിൽ ഉള്ളത്. ഹസ്ബൻഡ് ഇപ്പോൾ മിഥുൻ എന്നാണ് പേര്, LSDBയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മോള് 5 വയസ്സായതേ ഉള്ളൂ. അപ്പൊ നമ്മൾ 3 പേരുമായിട്ടാണ് വീട്ടിൽ താമസം. പിന്നെ അച്ഛനും അമ്മയും വേറെ വീടുകളിലാണ് താമസിക്കുന്നത്. പട്ടത്താണ് അവർ താമസം. അപ്പൊ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ നമുക്ക് ഫാമിലിയായിട്ട് നമ്മൾ താമസിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം, അതായത് ഈ ജോലിയുടെ തിരക്കിന്റെ ഇടയിലും ഫാമിലി കമ്മിറ്റ്മെന്റ്സ്, മോളുണ്ട്, അപ്പൊ ഇതിന്റെ കൂടെയൊക്കെ എങ്ങനെയാണ് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടി സമയം കണ്ടെത്തിയത്? അതെങ്ങനെയായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ ജേർണി ഒന്ന് പറയാമോ? പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായതിനു ശേഷം ചെയ്യുന്നത്. അപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ടേ നമുക്ക് പലപ്പോഴും സമയം
കിട്ടത്തുള്ളൂ. അതെ. പിന്നെ വർക്കിംഗും ആയിരുന്നു. അതെ. അപ്പൊ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ടെൻഷനും നമ്മളെ പഠനത്തെ ബാധിക്കും. എപ്പോഴും ഒരു 4 മണിക്കൂർ സമയമൊന്നും ഒരു ദിവസം കിട്ടത്തില്ല. പലപ്പോഴും ക്യുമുലേറ്റീവ് ആയിട്ട് ഇച്ചിരി ഇച്ചിരി ഉള്ള സമയങ്ങൾ കൂട്ടി കൂട്ടിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അത് ഈ പറയുന്ന പോലെ ഈ ബസ്സിൽ പോകുന്ന സമയത്തും അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന സമയത്തും കുഞ്ഞിനെ നോക്കി കുഞ്ഞ് അടുത്തിരിക്കുമ്പോഴും വീഡിയോസ് ഒക്കെ ഇട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ പഠിച്ചു. അങ്ങനെ കേൾക്കാനും മനസ്സുകൊണ്ട് പാകപ്പെട്ടു. ഓക്കെ. അപ്പം ആ ഒരു സ്ട്രഗിള് അപ്പൊ ഈ ഒരു സ്ട്രഗിളില് ഇത്രയും ഓൾറെഡി തന്നെ മനസ്സിൽ ഉറപ്പിച്ച് ഇത്രയും സ്ട്രഗിൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ത് തന്നെയായിരുന്നു? അതായത് ഈ ജോലി അല്ലെങ്കിൽ ആ ഒരു ഡ്രീം ജോബ് തന്നെയായിരുന്നു? ആയിരുന്നു സർ. ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് നോൺ ടെക്നിക്കൽ ബേസ് ഇതിലാണ്. അപ്പൊ ഒരു ടെക്നിക്കൽ എംടെക് വരെ പഠിച്ചായിരുന്നു. അപ്പൊ ടെക്നിക്കലിലോട്ട് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. അപ്പൊ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഒരു ജോലി വളരെ അവസരങ്ങളും കുറവാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കത്തുള്ളൂ. അതെ. അപ്പൊ ഈ PWD വിളിച്ചപ്പോ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയാലും ഒന്ന് കയറി പറ്റണം എന്നുള്ളത്. അപ്പൊ അന്ന് തൊട്ടേ ട്രൈ ചെയ്യാനും മനസ്സുകൊണ്ട് അങ്ങനെ അത്ര ആഗ്രഹിക്കാനും തുടങ്ങി. അത് എത്ര കഷ്ടപ്പെടാനും തയ്യാറായിരുന്നു. ഓക്കെ. അത് നേരത്തെ വേറെയും 1-2 കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ പ്രിപ്പറേഷനിൽ ഇപ്പൊ ഈ ഒരു സീരിയസ് പ്രിപ്പറേഷന് മുമ്പും അസിസ്റ്റന്റ് പ്രൊഫസർ പോലുള്ള എക്സാം എഴുതിയിരുന്നു. അപ്പൊ അതിൽ നേരിട്ടൊരു ഫെയിലിയർ ആണ് ഇതിനൊരു പ്രചോദനമായെന്നൊക്കെ പറഞ്ഞു. അതൊന്ന് പറയാമോ? കാരണം പല കുട്ടികളും വിചാരിക്കുന്നത് ഇതൊക്കെ ഒരു ഫസ്റ്റ് ടൈം എഴുതുന്ന ആൾക്കാർക്ക് തന്നെ അങ്ങ് കിട്ടും. ഇത് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ എന്താണ് സൗമ്യക്ക് പറയാനുള്ളത്? ഞാൻ ഇതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതിയ സമയത്ത് സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും വന്നില്ല. വളരെ മാർക്ക് കുറവായിരുന്നു. 20 മാർക്ക് എങ്ങാണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എന്തായാലും നടക്കില്ല. ഒന്നാമത്തെ കാര്യം ഒരുപാട് നാളുമായി ബ്രേക്ക് എടുത്ത്. 2013 ബിടെക് കഴിയുന്നത്. അപ്പൊ ഇത്രയും നാളിന് ശേഷം ഇനി വീണ്ടും ആ സബ്ജക്ട്സ് ഒക്കെ എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? അതും ഉത്തരവാദിത്തങ്ങൾ ഇത്രയും ഉണ്ടല്ലോ. കുഞ്ഞിന്റെ കാര്യം, വീട്ടു ജോലി, പിന്നെ ഓഫീസ് കാര്യങ്ങൾ. ഇതിനിടയിൽ ഇത്രയും പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും നോക്കാമെന്നിങ്ങനെ വിചാരിച്ചു. അപ്പൊ ആദ്യത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ പോയപ്പോ തന്നെ എനിക്ക് മനസ്സിൽ ഇച്ചിരി ഡീമോട്ടിവേഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇത് പാടായിരിക്കും. പിന്നെ അന്ന് ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ആണ്. തനിയെ യൂട്യൂബ് ഒക്കെ നോക്കി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ചൊക്കെ വെച്ചായിരുന്നു. പക്ഷെ അത് ആ എക്സാം ഹാളിൽ അത് അങ്ങോട്ട് നേരെ എത്തിക്കാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നെയും തളർന്നില്ല. ഇനി നോക്കാം, ഒരു അറ്റംപ്റ്റ് കൂടെ നോക്കാം, എന്തായാലും വിളിച്ചതല്ലേ, ട്രൈ ചെയ്തില്ല എന്നാണ് ഒരു കുറ്റബോധം വരാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് വന്നു. പിന്നെ ഫാമിലി, കല്യാണം, അങ്ങനെ കുറെ എൻഗേജ്മെന്റ്സ് ഒക്കെ വന്നപ്പോ പിന്നെ ഒരു ലിറ്ററലി നമ്മൾ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സീറോന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോ എന്തൊക്കെയായിരുന്നു ഒരു ചലഞ്ചസ് ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് തോന്നിയിരുന്നോ ഒരു പ്രിപ്പറേഷനിൽ? അതെന്താണെന്ന് പറയാമോ? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒന്നും ഓർമ്മയില്ല. ബിടെക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. ഒരു സബ്ജക്ട് ഇപ്പൊ ഡയോഡ് എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. ഡയോഡ് എങ്ങനെ സിമ്പിൾ മാത്രം ഓർമ്മയുണ്ട്. അതിന്റെ വർക്കിംഗ് ഒന്നും അറിയത്തില്ല. അത്രയും ബ്ലാങ്ക് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോ റിസോഴ്സ് യൂസ് ചെയ്ത് ആദ്യം കുറച്ച് തനിയൊക്കെ നോക്കി തുടങ്ങി. ഒരു ഐഡിയ കിട്ടി തുടങ്ങി. എന്തൊക്കെയാണ് സംഭവങ്ങൾ മനസ്സിലായി. പതുക്കെ കണക്ഷൻ കിട്ടി തുടങ്ങി. പിന്നെ ബുക്സ് കുറച്ചൊക്കെ വാങ്ങിക്കുമായിരുന്നു. സെക്കൻഡ് ഹാൻഡ് ബുക്ക് ഹൗസിന്റെ ബുക്കൊക്കെ വാങ്ങി കുറച്ചൊക്കെ നോക്കി തുടങ്ങി. പിന്നെ MCQ ബുക്സ് വാങ്ങിച്ചു. പക്ഷെ നമ്മൾ ഈ സബ്ജക്ട് അറിയാതെ MCQ മാത്രം നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയ കാര്യം. പക്ഷെ സബ്ജക്ട് അറിയാമെങ്കിൽ അത് കുറച്ചുകൂടെ ഉറപ്പിക്കാനായിട്ട് MCQs യൂസ് ചെയ്യാം. വെറും MCQs പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ഇതില്ല. നല്ലോണം സബ്ജക്ട് ഒന്ന് പഠിച്ചതിന് ശേഷം അതിന്റെ MCQ നോക്കുമ്പോൾ രണ്ടും ക്ലിയർ ആവും. സബ്ജക്റ്റും തറവാവും. അത്രയും MCQ ചെയ്യാനുള്ള സ്പീഡും കൂടുമെന്ന് തോന്നി. അപ്പൊ അങ്ങനെ ആദ്യം ഈ ഒരു ജസ്റ്റ് ഒരു ലെവലൊക്കെ തുടങ്ങി. എവിടെയൊക്കെയാണെന്നുള്ള സബ്ജക്റ്റിന് ഒരു കണക്ഷൻ കിട്ടി തുടങ്ങി. ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ വെച്ച് ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഇതിന്റെ അകത്ത് വരുന്നതെന്ന് ആദ്യം ഒരു ഇതുണ്ടാക്കി. അപ്പോൾ ഒരു സീറോയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ സബ്ജക്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒട്ടും എളുപ്പമുള്ള ഒരു ഇതല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു കണക്ഷൻ ഒക്കെ കിട്ടാനൊക്കെ ഇത്തിരി സമയം എടുക്കും. അപ്പോൾ അത് നല്ല സമയം എടുക്കുന്ന ഒരു ടയറിംഗ് പ്രോസസ്സുമാണ്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിരുന്നത്? അതായത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ MCQ ഡയറക്ട്ലി ആദ്യമേ എടുത്ത് നമ്മൾ ചെയ്താലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അതിന്റെ ഒരു കണക്ഷൻ കിട്ടില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സ് അത് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അത് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ അല്ലെ? എന്താ അത് തോന്നുന്നത്? ഉണ്ട് സാർ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ചിലപ്പോൾ ഇന്ന് പഠിച്ച കാര്യം നാളെ ഓർമ്മ കാണൂല, മറന്നു പോകും. സ്വാഭാവികമായിട്ട് മറക്കും. അപ്പൊ അങ്ങനെയുള്ളത് കുറച്ചുകൂടി റിവൈസ് ചെയ്ത് ഇപ്പൊ ഒരു ഇന്ന് പഠിച്ചൊരു കാര്യം നാളെ ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല, മറക്കുന്ന സ്വാഭാവികമാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുത്ത് നോക്കും. അല്ലെങ്കിൽ എഴുതിയൊക്കെ നോക്കി പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എഴുതി പഠിക്കുമായിരുന്നു കുറച്ചൊക്കെ. ഈ ഇക്വേഷൻസ് ഒക്കെ ഓർമ്മയില്ലെങ്കിൽ എഴുതി പഠിക്കും. പിന്നെ അതുപോലെ വീഡിയോസ് കുറെ തവണ കേൾക്കുമ്പോൾ ആ തിയറി കുറെ മനസ്സിലാകുമായിരുന്നു. നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെക്കും. പിന്നെ ആ പ്രിപ്പയർ ചെയ്ത നോട്ട്സിന്റെ തിയറി വീഡിയോസ് ആയിട്ട് കേൾക്കും. അപ്പൊ പിന്നെ നോട്ട്സ് എഴുതേണ്ട കാര്യമില്ലല്ലോ. നോട്ട്സ് ഓൾറെഡി നമ്മളുടെ ഉണ്ട്. അപ്പൊ വീഡിയോസ് ഇങ്ങനെ 1 മണിക്കൂർ വീഡിയോ കേട്ട് കഴിയുമ്പോൾ അത്രയും സംഭവങ്ങളൊക്കെ ആണെന്ന് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ആ നോട്ട്സ് നോക്കുമ്പോഴത്തേക്കും അത്രയും ഭാഗം ക്ലിയർ ആണ്. ഞാനത് ചോദിക്കാൻ കാരണം പല കുട്ടികളും
ഈ പറയുന്ന നമ്മളുടെ ഒരു ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതിന് എന്നെ കൊണ്ട് പറ്റില്ല, ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാണ്. പിന്നെ പലരും കമ്പയർ ചെയ്യുക, ഇപ്പൊ പാസ് ഔട്ട് ആയ കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഒരുപാട് സമയമുണ്ട്, ഞാൻ ആകെ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണ് കൂടുതൽ. പക്ഷെ അപ്പോൾ ഈ സൗമ്യയുടെ ഒരു ജേർണി എന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ വർക്കിംഗ് ആണ്, ഫാമിലി ഉണ്ട്, മോളുണ്ട്, ഒരുപാട് അല്ലാത്ത കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അതിന്റെ ഇടയിൽ നിന്ന് സമയം കിട്ടുന്ന അത്രയും സ്ക്വീസ് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോ സൗമ്യയുടെ ഒരു ഇതില് നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി സീറോന്ന് പയ്യെ സ്ലോ ആയിട്ടാണെങ്കിൽ, സ്റ്റാർട്ടിങ് എപ്പോഴും സ്ലോ ആയിരിക്കും, അതല്ലേ പറഞ്ഞു? സ്റ്റാർട്ടിങ് സ്ലോ ആയിരിക്കും, നമ്മൾ അതിന് വിഷമിക്കാൻ പാടില്ല. എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും തുടക്കത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ വരും. അത് കണ്ട് നമ്മൾ ഇനിയിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. പക്ഷെ നമ്മൾ റിഗ്രറ്റും ആയിരിക്കും. നമ്മൾ ശ്രമിച്ചില്ല എന്നൊരു തോന്നൽ ഉണ്ടാവാൻ ഒരിക്കലും പാടില്ല. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ കുറച്ചുകൂടെയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് എത്തും. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മളുടെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, തിയറി സ്റ്റാർട്ട് നേരത്തെ പറഞ്ഞ നോട്ട്, അപ്പൊ ഒരു ക്ലാസ് കാണുമ്പോഴാണെങ്കിലും നമ്മൾ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അത് സ്റ്റാർട്ടിങ് ഇപ്പം നമ്മൾ ക്ലാസ് കണ്ടു, അല്ലെങ്കിൽ അതിന്റെ കുറിച്ച് പഠിച്ചു, നോട്ട്, റിവിഷൻ, ഈ ഒരു പ്രോസസ്, പിന്നെ അതിന്റെ എക്സാം എഴുതുക, MCQ പ്ലേ, ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ, എങ്ങനെയാണ് ഫോളോ ചെയ്തതെന്ന്? ഞാൻ തുടക്കത്തിൽ എല്ലാ സബ്ജക്റ്റും മറന്നുപോയായിരുന്നു. അപ്പം ബേസിക് ആദ്യം തൊട്ടേ ഒരു ക്ലാസ് കാണും. ബിടെക് ആദ്യം പഠിക്കുന്ന പോലെ തന്നെ ഒന്നും ഓർമ്മയില്ല, ആദ്യം തൊട്ടേ കാണും. ഒരു ടോപ്പിക്കിനെ പറ്റി ഇപ്പോൾ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് കാണുമല്ലോ. അപ്പൊ പിന്നെ അതിന്റെ MCQ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത മാക്സിമം ഏത് ലെവലുള്ള ലോ തൊട്ട് ഹൈ ലെവൽ എല്ലാം നോക്കുമായിരുന്നു. ഗേറ്റ് ക്വസ്റ്റ്യൻസിന്റെ 1 മാർക്ക് എല്ലാം നോക്കും. പിന്നെ അങ്ങനെ കുറെ നോക്കി നോക്കി വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കുറെ കാര്യങ്ങൾ അല്ലാതെ തന്നെ ഓർമ്മ വരും. കുറെ അങ്ങ് മനസ്സിലങ്ങ് പതിയുന്ന പോലെ കുറച്ചാവും. ആ കാര്യങ്ങൾ അധികം മറക്കൂല. അല്ലാതുള്ള കാര്യങ്ങളാണ് മറന്നു പോകുന്നത്. മറന്നു പോകുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നോക്കി നോക്കി അത് കുറച്ചുകൂടെ അങ്ങ് ക്ലിയർ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും, നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. ഈ ക്വസ്റ്റ്യൻസിന്റെ ഇത് വരുമ്പോഴോ, ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് എങ്ങനെയായിരുന്നു? അതായത് അതിൽ വരുന്ന തെറ്റുകൾ, നമ്മുടെ മിസ്റ്റേക്സ്, ആ തെറ്റുകളൊക്കെ എങ്ങനെയായിരുന്നു? ഈ ചില ക്വസ്റ്റ്യൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു, അതിന്റെ സൊല്യൂഷനും ക്വസ്റ്റ്യനും. അപ്പൊ എവിടെയാണ്, എന്തുകൊണ്ട് അത് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കും. എന്ന് വെച്ചാൽ മറന്നു പോയതാണോ എന്താന്നുള്ളത്. എന്നിട്ട് പിന്നെ രണ്ടാമത് ഒരാഴ്ച കഴിഞ്ഞ് ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കും, ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ അപ്പൊ പറ്റുമായിരിക്കും. അപ്പൊ അത് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞാലും നമുക്ക് പറ്റും. അഥവാ പറ്റിയില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ അതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ നോക്കിയിട്ട് അങ്ങനെ. ഇപ്പൊ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിലും നമ്മൾ ഗേറ്റിന്റെ ക്വസ്റ്റ്യൻസും എഞ്ചിനീയറിംഗ് സർവീസിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോ ചില കുട്ടികൾ അത്രയൊക്കെ വേണമെന്ന് ചോദിക്കാറുണ്ട്, അത്രയും പഠിക്കേണ്ട ആവശ്യമുണ്ട്, കേരള PSC എക്സാം അല്ലേ എന്ന് ചോദിക്കാറുണ്ട്, ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട്. എന്താണ് സൗമ്യക്ക് തോന്നുന്നത്? എന്താണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രിപ്പറേഷൻ ലെവൽ അത്രയും ആവശ്യമുണ്ടോ? എന്താണ് തോന്നുന്നത്? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടെ PSCയുടെ ലെവൽ കുറച്ചുകൂടെ കൂടിയതായിട്ടാണ് തോന്നുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒരു സിമ്പിൾ ആയിട്ട് ഇടും, എന്നാലും ചില ക്വസ്റ്റ്യൻസ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളത് കുറച്ച് ടഫായിട്ട് തന്നെയാണ് ഇടുന്നത്. നമ്മൾ ഇത്രയും ടഫ് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈസി നമുക്ക് പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എക്സാം ഹാളിൽ അത്രയും പാട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. ഇത് ഓൾറെഡി നമ്മൾ ഇത്രയും ചെയ്തതാണല്ലോ എന്നൊരു മനസ്സിലുണ്ടാവും. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പല കണ്ടന്റ് കുറച്ച് ഡീറ്റെയിൽഡ് ആണെന്ന് കുട്ടികൾ പറയാറുണ്ട്. അത് ഇത്രയും വേണോ എന്ന് പിള്ളേർ ചോദിക്കാറുണ്ട്. സൗമ്യക്ക് ക്ലാസ് കണ്ടപ്പോ എന്താ തോന്നി? ഇത്രയും വേണോ, അതിൽ ഡെപ്ത് കൂടുതലാണോ, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഒന്ന് പറയാമോ? എനിക്ക് പക്ഷെ ഇത്രയും വേണം എന്ന് തന്നെയാണ് തോന്നിയത്. നമ്മളിപ്പോ എന്നെ പോലെ സീറോയിൽ തുടങ്ങുന്ന ഒരാളിനെ സംബന്ധിച്ച് ഒന്നും അറിയത്തില്ലല്ലോ. അപ്പൊ ഡീപ്പായിട്ട് പറഞ്ഞു തുടങ്ങിയാലേ ആൾക്കും മനസ്സിലാവത്തുള്ളൂ. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആവാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു അത്. പിന്നെ അതുപോലെ ഇന്റർവ്യൂവിനും ഈ ക്ലാസ്സസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മൾ ഈ തിയറി ഇത്രയും ഡീപ്പായിട്ട് പഠിക്കുന്ന കാരണം അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് ഓൾറെഡി കൺസെപ്റ്റ് അറിയാമല്ലോ, അപ്പൊ കുറച്ചുകൂടെ പറയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിലെ ക്ലാസ്സിൽ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ സീനിയർ ഫാക്കൽറ്റീസിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇത്തിരി കോൺസെപ്ച്വലി കുറച്ച് റിച്ച് ആയിരുന്നു, കുറച്ച് ഡെപ്ത് ആയിരുന്നു. അപ്പൊ ആ ക്ലാസ് അപ്പം പല കുട്ടികളും ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഇത്രയും ഡെപ്തിലൊക്കെ, ഇതൊരു കേരള PSC എക്സാം അല്ലേ, ഇത്രയും ഡെപ്തിലൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഗോമ സാറിന്റെ ഒക്കെ ക്ലാസ് ആണ്. അപ്പോ അതെന്താ തോന്നിയത്? ആ ക്ലാസ്സിന്റെ ഒക്കെ സൗമ്യക്ക് എന്താണ് അതിന്റെ ഒരു എഫക്റ്റീവ്നെസ് എങ്ങനെയാ തോന്നിയത് എന്ന് പറയാമോ? എനിക്ക് ബിടെക് പഠിച്ച സമയത്ത് അനലോഗ് സർക്യൂട്ട്സ് ജസ്റ്റ് ഒന്ന് പെരിഫറി ആയിട്ട് എന്തൊക്കെയോ കവർ ചെയ്ത് പോയതായിരുന്നു. അപ്പൊ സാറിന്റെ ക്ലാസ് കണ്ടു തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും ഡീപ്പായിട്ട് ഇപ്പൊ BJT പറ്റിയാലും സാർ എന്റെ വർക്കിംഗ് ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പോസ് ചെയ്തൊക്കെ വെച്ചിട്ട് റീവൈൻഡ് ഒക്കെ ചെയ്ത് 2-3 തവണയൊക്കെ കേട്ട് മനസ്സിലാക്കി എടുക്കുകയാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകാനുള്ള സാധ്യത കുറവാണ്. സാർ അത്രയും ഡീപ്പായിട്ടാണ് ക്ലാസ്സസ് എടുത്തിരുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷന്റെ ക്ലാസ്സും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ജോലി സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. ബാക്കി എല്ലാ ക്ലാസ്സുകളും നല്ലത് തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് പാടായ സബ്ജക്റ്റുകൾ ഇത് കുറച്ചുകൂടെ
ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല കുട്ടികളും അവര് ബുദ്ധിമുട്ട് പറയാനുള്ള കാരണം അവർക്ക് സമയം ചിലപ്പോ ഇത്രയും സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കാരണം ഇത് ഡെപ്തിൽ പറയുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ സമയം എടുത്ത് അത്രയും അവേഴ്സ് ഉണ്ടാവും. അപ്പൊ അത്രയും സമയം നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയല്ലേ? കാരണം നമുക്ക് ഒരുപാട് എക്സാംസിന് അങ്ങനെയല്ലേ നേരത്തെ സമയം പറഞ്ഞു. എന്താ അങ്ങനെ ഒരു തോന്നുന്നത്? കാരണം ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്താ തോന്നുന്നത് ആ ഒരു? ആദ്യം നമ്മൾ നോട്ട്സ് ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീടുള്ള ലൈഫ് ടൈം നമുക്ക് അത് ഉപയോഗിക്കാം. ഏത് എക്സാംസ് വന്നാലും ഈ നോട്ട്സ് മതിയാവും. നമുക്ക് ഇടയ്ക്ക് അടുത്തൊരു എക്സാം പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി, വീണ്ടും ക്ലാസ് ഫുള്ളിൽ ഇരുന്ന് കേൾക്കണമെന്നില്ല. ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നു. എന്തായാലും ഒരു ലൈഫ് ടൈമിൽ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തന്നെ നമുക്കും ഒരുപാട് കുട്ടികൾ ക്വറി വരാറുണ്ട്, അതായത് ഇത്രയും ഡെപ്തിൽ വേണോ, ഇത്രയും പഠിക്കണോ? കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്കും എളുപ്പം എന്താണ് കുറച്ച് അവേഴ്സ് കൊടുക്കുന്നതാണ് എളുപ്പം. പക്ഷെ ഇത്രയും കൊടുത്തില്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് അത് ഈ എക്സാമിന്റെ ലെവൽ എങ്ങനെ വേണോ മാറ്റാം. എസ്പെഷ്യലി ഒരു ടെക്നിക്കൽ എക്സാം, ഏത് ഇപ്പൊ കേരള പി എസ് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും സ്റ്റാൻഡേർഡ് കൂട്ടുന്നുണ്ട്. നോൺ ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിലും ജനറൽ പി എസ് സിയുടെ ആണെങ്കിലും എല്ലാത്തിന്റെയും ലെവൽ മാറുന്നുണ്ട്. ഈവൻ ഒരു സാധാരണ ഒരു LDC പോലൊരു എക്സാമിന് പോലും ലെവൽ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ബിടെക് പോലെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എഞ്ചിനീയറിംഗിന്റെ ടെക്നിക്കൽ എക്സാംസിന്റെ ഒക്കെ ലെവൽ മാറ്റുന്നത് വളരെ എളുപ്പമാണ്. കുറച്ച് ഗേറ്റിന്റെയും എഞ്ചിനീയറിംഗ് സർവീസിന്റെ ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അത്രയും ലെവലിൽ പഠിച്ചാലല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. നമ്മൾ അത് ഒരിക്കലും അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അത് തന്നെ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു സമയം ഒരു വേസ്റ്റ് ആയിട്ട് കരുതരുത്. നമ്മളിപ്പോ ആ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ പോലും അടുത്ത എക്സാം നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന എല്ലാ എക്സാമും നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ലല്ലോ. അടുത്തതും വരും, അടുത്തതിന് ശ്രമിക്കാമെന്ന് നമ്മൾ വിചാരിക്കണം. ഒന്നില് ഒരു പരാജയം അടുത്തതിന്റെ ഒരു ചവിട്ടുപടിയായിട്ട് കാണണം എന്നാണ്. കാരണം എല്ലാവരും ഇതിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് എല്ലാവരും വേണ്ടാന്ന് വെക്കുന്നത്. കാരണം ഇത് എല്ലാവർക്കും അറിയാം ഇത് നല്ലതാണ്, ഇത്രയും ഡീറ്റെയിൽ പഠിച്ചാൽ നല്ലതാണ്. പക്ഷെ എല്ലാവരും ഇത്രയും സമയം പഠിക്കണ്ടേ, ഇത്രയും അവേഴ്സ് ക്ലാസ് കാണണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറയുന്നത്. അവിടെയൊക്കെ ശരിക്കും നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന പല കുട്ടികളും ഈ പറയുന്ന ഇതുപോലെ സൗമ്യയുടെ അതേ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. എന്നാൽ അധികം കമ്മിറ്റ്മെന്റ്സോ അല്ലെങ്കിൽ ഇപ്പൊ പാസ് ഔട്ട് ആയ കുട്ടികളൊക്കെയാണ് ഈ മടി പറയാറ്, അതായത് ഇത്രയും സമയം കിട്ടുന്നില്ല എന്നൊക്കെ. അപ്പൊ എനിക്ക് കുട്ടികളോടാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ ഈ പഠിത്തത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം ഒരിക്കലും വേസ്റ്റ് അല്ല. മാക്സിമം പറ്റുന്ന അത്രയും പഠിക്കുക. അത് ഈ പറയുന്ന റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഒറ്റ തവണത്തെ പഠിത്തം മതി. പിന്നെ അങ്ങ് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അല്ലെങ്കിൽ ടച്ച് ഒക്കെ വിട്ടുപോകും. പിന്നെ നമ്മൾ വീണ്ടും പഠിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാമിലേക്കുള്ള സമയത്തിനിടയിൽ കുറച്ച് നമ്മളായിട്ട് നമ്മളുടെ രീതിയിൽ ആ നോട്ട്സ് റിവൈസ് ചെയ്ത് MCQs ഒക്കെ ചെയ്തു നിന്ന് കഴിഞ്ഞാൽ ടച്ചിൽ നിൽക്കും. പിന്നെ ആ നോട്ടിഫിക്കേഷൻ വന്ന് ആ ഒരു സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്റൻസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, ആ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഒരു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്ലാസിന്റെ പോലെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസിന്റെ കാര്യം, അതും ഇത്തിരി സൗമ്യന്റെ നേരത്തെ പറഞ്ഞു എക്സാം എഴുതുമ്പോഴൊക്കെ മാർക്ക് ഭയങ്കര കുറവായിരുന്നു എന്നുള്ളത്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പം ഓൾ കേരള ലെവലിൽ സെക്കൻഡ് റാങ്ക്, അതും വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്, സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പോൾ എന്താ ടെസ്റ്റ് സീരീസിന്റെ ടെസ്റ്റ് സീരീസിനെ എങ്ങനെയാണ് ഒരു കുട്ടി അപ്രോച്ച് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈസി ആയിട്ടുള്ള ടെസ്റ്റുകളാണോ എഴുതേണ്ടത്, അതോ ഇപ്പൊ നമ്മൾ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യാറുള്ള ഒത്തിരി അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ അറിയാം, പല കുട്ടികളും ചോദിക്കാറുണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എന്റെ കോൺഫിഡൻസ് പോകുന്നു എന്നാണ് പറയാറ്. അതിനെന്താ സൗമ്യയുടെ ഒരു ടേക്ക് എന്താണ് ടെസ്റ്റ് സീരീസിനെ? എനിക്ക് ശരിക്കും ആദ്യം പഠിച്ചു തുടങ്ങിയ സമയത്ത് ഒരു ടെസ്റ്റ് സീരീസ് ചെയ്ത് 20 മാർക്ക് എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് ആദ്യം ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് അങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാൻ പാടില്ലെന്ന് വെച്ചാൽ എവിടെയാണ് തെറ്റ് പറ്റിയത് നോക്കി ആ ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കുക, ഇതേപോലെ നോട്ടിലോട്ട് മാറ്റി എഴുതുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് അറ്റംപ്റ്റ് ചെയ്തിട്ട് ചില ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ക്രാക്ക് ചെയ്ത് ഒരുവിധം മാർക്ക് കിട്ടും, ചിലതിന് തീരെ കിട്ടൂല. എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നു. അതിലേതാണോ നമ്മുടെ പോരായ്മ അത് കണ്ടെത്താനാണ് ശ്രമിച്ചത് ഈ ടെസ്റ്റ് സീരീസിന്റെ ഇടയ്ക്ക്. നമുക്ക് ചിലപ്പം ഈ കൺഫ്യൂഷൻസ് വരുമല്ലോ, ചില ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് രണ്ടിലേതോ ഒന്നായിരിക്കും. ആ ഒരു കൺഫ്യൂഷൻ കുറയ്ക്കാനായിട്ട് കുറെ ടെസ്റ്റ് സീരീസ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻസ് കണ്ടപ്പോഴത്തേക്കും കുറെയൊക്കെ ഇതായിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ കണ്ടപ്പോഴത്തേക്കും ഏകദേശം ഒരു 100ഓളം ടെസ്റ്റ്, 100ൽ കൂടുതൽ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര എഴുതിയിട്ടുണ്ടാവും? അങ്ങനെ ചോദിച്ചാൽ എണ്ണീട്ടില്ല. ലാസ്റ്റ് ഒരു ദിവസം 10 ദിവസം 10 ടെസ്റ്റ് കറക്റ്റ് ആയിട്ട് എഴുതിയായിരുന്നു, മോക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. 10 ദിവസം കണ്ടിന്യൂസ് എഴുതിയായിരുന്നു. അല്ലാതെ ഇങ്ങനെ സമയം കിട്ടുമ്പോഴുള്ള ഒരു ഞായറാഴ്ചകളിലൊക്കെ എഴുതി നോക്കുമായിരുന്നു, രാത്രി വല്ലതും ഒക്കെ എഴുതി നോക്കിയിട്ടുണ്ട്, എണ്ണി നോക്കിയിട്ടില്ല. ഈ ലാസ്റ്റ് 10 ദിവസം എഴുതി എന്ന് പറഞ്ഞില്ലേ, മോക്ക് എഴുതി എന്ന് പറഞ്ഞു. അപ്പൊ അതില് മാക്സിമം കിട്ടിയ മാർക്ക് എത്രയാണ്, മിനിമം കിട്ടിയ മാർക്ക്? മിനിമം ഈ പറഞ്ഞ 20 ആയിരുന്നു, മാക്സിമം ഒരു 40-45 അത്രയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് അറിയേണ്ടത് ആ ബാക്കി 60 ക്വസ്റ്റ്യൻ, ചെയ്യാത്ത 60 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്തത്? അതിന് എന്താ ചെയ്തത്? അത് വിട്ടോ? ചെയ്യാൻ പറ്റാത്ത അതിന്റെ സൊല്യൂഷൻ ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്കും കിട്ടാത്തതിന്റെ സൊല്യൂഷൻസ് ആണ് നോക്കിയിരുന്നത്. അറിയാവുന്നതിന്റെ പിന്നെ നോക്കിയില്ല. കിട്ടാത്ത എന്തുകൊണ്ട് നമുക്ക് തെറ്റിപ്പോയി, അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ വന്നതാണോ,
അതോ അറിയാത്തതാണോ, സബ്ജക്ട് ആ ഒരു അത്രയും പോർഷൻ നമ്മൾ പഠിക്കാത്തതാണോ എന്നുള്ളത് അനലൈസ് ചെയ്ത് അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പല കുട്ടികളും ഞാനിത് എടുത്ത് ചോദിക്കാൻ കാരണം എനിക്ക് അതിൽ നിന്നൊരു ഒരു ആൻസർ വേണമായിരുന്നു. വേറൊന്നുമല്ല, പല കുട്ടികളും എക്സാമിന് മാർക്ക് കുറയും. അതായത് മോക്ക് ഒരെണ്ണം ഫസ്റ്റ് ഇപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എഴുതിയതായിരിക്കും ചിലപ്പോൾ 20 മാർക്ക് കിട്ടിയ അതെ, അതോടെ നിർത്തും ആൾക്കാർ. പക്ഷെ സൗമ്യ ചെയ്തത് നേരെ തിരിച്ചാണ്. അവിടെ നിന്ന് ആ ബാക്കിയുള്ള 80 വേണ്ടി എന്തൊക്കെയാണ് എഫേർട്ട് ഇടേണ്ടതെന്ന് കണ്ടുപിടിക്കുക. കാരണം നമ്മളൊരു മോക്കിന്റെ ആണെങ്കിലും നമ്മുടെ ഒരു പ്രാക്ടീസ് ടെസ്റ്റിന്റെ ആണെങ്കിലും ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ എന്നുള്ളതാണ്. അല്ലാതെ മോക്ക് ഒരിക്കലും 100 മാർക്ക് സ്കോർ ചെയ്യാനല്ല നമ്മൾ ഇടേണ്ടത്. ആ ഒരു അങ്ങനെയല്ല സൗമ്യക്കും എന്നുള്ള ടേക്ക് എന്താണ്? കാരണം ഒരു സെക്കൻഡ് റാങ്ക് ഹോൾഡറിൽ നിന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. മോക്കിലൊന്നും ഒരിക്കലും 100 മാർക്കൊന്നും അങ്ങനെ കിട്ടത്തുമില്ല. നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്രയും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാൽ 1.5 മണിക്കൂറേ നമുക്ക് ഉള്ളൂ സമയം. ആ സമയത്തിനുള്ളിൽ ഇത്രയും സബ്ജക്ട്സും ഉണ്ട്. ഇത് നമുക്ക് റീകോൾ ചെയ്ത് എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമുക്ക് വേണം. പക്ഷെ നമ്മൾ ഒരുപാട് ഇങ്ങനെ വെറുതെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ലെന്നാണ്. പഠിക്കുകയും വേണം, സബ്ജക്ട് അറിയണം. പക്ഷെ എന്നിരുന്നാലും അതിനോട് ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്താലേ ആ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഇത് റീകോൾ ചെയ്ത് എടുക്കാനായിട്ടുള്ള കിട്ടത്തുള്ളൂ. ചിലപ്പോൾ മറന്നു പോകും നമ്മൾ കുറെ കാര്യങ്ങൾ. കുറെ MCQs ചെയ്യുമ്പോൾ മറന്ന പോർഷൻസ് കുറച്ചുകൂടെ റീഫ്രഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ മറക്കുന്ന പോർഷൻസ് നമ്മൾ നോട്ട് എടുത്ത് നോക്കുമായിരുന്നു. ഇത്രയും ടെസ്റ്റുകൾ എഴുതിയില്ലായിരുന്നെങ്കിൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്? ഇല്ല, തോന്നുന്നില്ല സർ. ടെസ്റ്റ് എഴുതിയത് കൊണ്ടിട്ടാണ്. എന്ന് വെച്ചാൽ ഞാൻ ഈ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ സമയത്ത് ടെസ്റ്റുകൾ ഒന്നും എഴുതില്ല. ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കും. എല്ലാം തിയറി എല്ലാം പഠിച്ച് സിലബസ് എല്ലാം കവർ ചെയ്തെങ്കിരിക്കും. എക്സാമിനായിരിക്കും ഇതിന് നമ്മളെ PSC എക്സാമിനാണ് പോയി ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ സമയം എല്ലാം കൂടെ കൺഫ്യൂഷനായി. ഇതിൽ ഏതാണോ അതാണോ അങ്ങനെ മൊത്തത്തിലൊരു ഡൗട്ടായി. ഇക്വേഷൻസ് വരെ മാറിയൊക്കെ പോയി. പക്ഷെ ഈ എക്സാം എഴുതിയപ്പോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കുറവായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ടെസ്റ്റ് ഒക്കെ എഴുതി എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് അറിയാം. ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ ചെയ്യണം. പിന്നെ അതുകൊണ്ട് സ്പീഡും ന്യൂമറിക്കലിന്റെ ഒക്കെ സ്പീഡും കൂടിയായിരുന്നു. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മിനിമം നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് 1 മിനിറ്റേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ 1 മിനിറ്റ് ഇല്ല, സത്യം പറഞ്ഞാൽ അത്രയില്ല. 90 മിനിറ്റ് 100 ക്വസ്റ്റ്യൻ ആണ്. റിവിഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പൊ ഒരു എത്ര ഫ്രീക്വന്റ് ആയിട്ട് റിവിഷൻ നടത്തുമായിരുന്നു? അതൊന്ന് പറയാമോ? കാരണം ഇലക്ട്രോണിക്സിലെ പല സബ്ജക്ട്സിലും പലതിലും നമുക്ക് ഫോർമുലാസ് ആവശ്യമാണ്. അപ്പൊ അങ്ങനത്തെ അനാലിസിസ് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ റിവിഷൻ എങ്ങനെയാണ് നടത്തുന്നത്? കാരണം സമയം കുറവാണ്. അപ്പൊ അതെങ്ങനെയാണ് റിവിഷൻ പ്രോസസ്? ശരിക്കും പറഞ്ഞാൽ വീക്കെൻഡ്സിലാണ് റിവിഷൻ ചെയ്തിരുന്നത്. വർക്കിംഗിന്റെ ഇടയിൽ റിവിഷനും കൂടെ സമയം കിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയം മാക്സിമം പഠിക്കാൻ നോക്കും ഒരാഴ്ച. എന്നിട്ട് ആ ഒരാഴ്ച പഠിച്ച ടോപ്പിക്സ് ആ 2 ശനിയും ഞായറും കിട്ടുന്നുണ്ടെങ്കിൽ ആ ദിവസം റിവൈസ് ചെയ്ത് അതിന്റെ ടെക്സ്റ്റുകളും കൂടെ ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ അല്ലാതെ പിന്നെ വർക്കിന്റെ ഇടയിൽ കൂടെ പിന്നെ സമയം കുറവായിരുന്നു. പിന്നെ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് സമയം വളരെ കുറവാണ്. അപ്പൊ ഈ കുറഞ്ഞ സമയത്തിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഏകദേശം എത്ര മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും? ഈ ചെറിയ ചെറിയ ടൈം എല്ലാം കൂടി ഒന്ന് കുമുലേറ്റീവ് ആയിട്ടാണെങ്കിൽ എത്ര പറ്റുന്നുണ്ടാവും? എനിക്കാണെങ്കിൽ രാവിലെ ഒരുപാട് നേരത്തെ എണീക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു 6 മണിക്കൊക്കെ 4:30 ആ സമയം എണീക്കാൻ ബുദ്ധിമുട്ടാണ്. 6 മണിയാവും എണീക്കാൻ. അപ്പൊ എണീറ്റിട്ട് ഒരു അരമണിക്കൂർ ആദ്യം ചെയ്യുന്ന ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് പഠിക്കും. ചെറിയ ടോപ്പിക് ആണെങ്കിൽ അത് പഠിച്ചു വെക്കും. പിന്നെ അത് കഴിഞ്ഞ് വർക്ക് അടുക്കളയിലെ ജോലിയിലേക്ക് പോകും. ആ സമയം പഠിച്ചതിന്റെ വീഡിയോസും അതുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ കേൾക്കുമായിരുന്നു. പിന്നെ ഓഫീസിൽ പോകുന്ന ഇതാണല്ലോ. അപ്പൊ പോകുന്ന ചിലപ്പോൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ആ സമയം വേറെ എന്തെങ്കിലും വീഡിയോസ് കേൾക്കും. പിന്നെ ഓഫീസിന്റെ ഇടയ്ക്ക് ഈ ബ്രേക്ക്, ലഞ്ച് ബ്രേക്കിന്റെ ഒക്കെ സമയത്ത് ഈ പഠിച്ചതിന്റെ ടോപ്പിക്കിന്റെ എന്തെങ്കിലും MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി ആൻസർ ഒക്കെ നോക്കിയൊക്കെ വെക്കും. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ അടുക്കള പണീന്റെ ഇടയിൽ കുറച്ചൊക്കെ നോക്കും. പിന്നെ ആ സമയത്ത് ഹസ്ബൻഡാണ് കുഞ്ഞിനെയൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആള് തന്നെ എല്ലാം നോക്കുമായിരുന്നു, കുഞ്ഞിന്റെ കാര്യങ്ങൾ. പിന്നെ കിച്ചണിലൊക്കെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് മോട്ടിവേറ്റും ചെയ്യും, പഠിക്കണം, നമുക്ക് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നടക്കും. വീക്കെൻഡ്സ് ഇപ്പൊ പ്ലാൻ വീക്കെൻഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഈ ജോലിയുടെ ഇടയിൽ ആകെ കിട്ടുന്ന വീക്കെൻഡ്സ് ആയിരിക്കും. അപ്പൊ ആ സമയം കഴിഞ്ഞ നേരത്തെ പറഞ്ഞോളൂ 1 വർഷത്തോളം ഇതിനു വേണ്ടി എഫേർട്ട് ഇട്ടു. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരു ഫാമിലി ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് തിരക്കുകൾ, എൻഗേജ്മെന്റ്സ്, ഫംഗ്ഷൻസ് ഒക്കെ വരും. അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? ഇതൊക്കെ എല്ലാവരുടെയും കൺസേൺ ആണ്. അപ്പൊ അതൊക്കെ ഈ പഠിത്തത്തിന്റെ ഇടയിൽ, കാരണം ആകെ നമുക്ക് വീക്കെൻഡ്സ് കിട്ടുന്നതും 1-2 ദിവസവും കിട്ടുന്നതും നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടില്ല. കാരണം അത്രയ്ക്ക് പഠിക്കാനുണ്ട്, സമയവും കുറവാണ്. അപ്പൊ എങ്ങനെയാണ് അതൊന്ന് മാനേജ് ചെയ്തത്? വീക്കെൻഡ്സും ഈ ഹോളിഡേയ്സും ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? വീക്കെൻഡ്സ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ എവിടെയെങ്കിലൊക്കെ ഫംഗ്ഷൻ, പുറത്തോട്ടൊന്നും അങ്ങനെ അധികം ആ സമയത്ത് പോയില്ലായിരുന്നു. പിന്നെ ചില ഒഴിവാക്കാനാവാത്ത ഫംഗ്ഷൻസ് വന്നാൽ അത് അറ്റൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ പോയില്ലെങ്കിൽ പിന്നെ അതും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അതിൽ ടെൻഷൻ ആവാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്, നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ പഠിക്കണമെന്ന് മനസ്സിന് പറഞ്ഞൊന്ന് ഇതാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. ഞാൻ പിന്നെ ടെൻസ്ഡ് ആവൂല, അത് കുഴപ്പമില്ല, പോയി നമുക്ക് ഈ ആ സമയം വേറൊരു സമയത്ത് കണ്ടെത്താം എന്നിങ്ങനെ വിചാരിക്കും. ഇപ്പൊ ഒരു ഫംഗ്ഷന് പോയെങ്കിൽ രാത്രി കുറച്ചേരം കൂടി ഇരുന്ന് മേക്കപ്പ് ചെയ്ത് പഠിക്കുമായിരുന്നു. ഒരു 1 മണി വരെയൊക്കെ. ചിലപ്പോൾ രാത്രി ഇരിക്കാൻ എനിക്ക് കുഴപ്പമില്ല, രാവിലെ എണീക്കാനായിരുന്നു പാട്. അപ്പൊ രാത്രി ആ സമയം ഇരുന്ന് കുറച്ചുകൂടെ നോക്കിയിട്ട്
അത്രയും ഒരു പോർഷൻ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചിട്ട് അങ്ങ് കിടക്കും. ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യായിരുന്നോ? ഒരു ഡെയിലിയോ വീക്ക്ലിയോ മന്ത്ലിയോ ആയിട്ട് ഇത്ര തീർക്കണം എന്ന്. അത് മീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സാക്രിഫൈസസ് ആണ് ചെയ്തിട്ടുള്ളത്? ഇപ്പം ഒരു ദിവസം 4 മണിക്കൂർ അങ്ങനെ ഒന്നും കിട്ടാറില്ലായിരുന്നു. ഇപ്പൊ ഒരു സബ്ജക്ട് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത്രയും പോർഷൻ നോക്കി തീർക്കണം എന്ന് വിചാരിക്കും. അത് നോക്കി തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അടുത്ത ദിവസം കുറച്ച് കൂടുതൽ പഠിക്കും. ചില ദിവസങ്ങൾ പഠിക്കാനേ പറ്റില്ല. ഓഫീസ് കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണവും തലവേദനയൊക്കെ ആയിട്ട് ചിലപ്പം ഒന്നും നോക്കാനുള്ള ആരോഗ്യം കാണൂല. അപ്പൊ പിറ്റേ ദിവസം കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് അതിന് വേണ്ടി കുറച്ചുകൂടെ കോമ്പൻസേറ്റ് ചെയ്തെടുക്കുക. പിന്നെ പല കുട്ടികളും വിചാരിക്കുന്നത് എന്റെ പാസ്റ്റ് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്, അതായത് ഇപ്പൊ ബിടെക്കോ അല്ലെങ്കിൽ എംടെക്കിലൊക്കെ ഉള്ള മാർക്ക് കൂടുതലുണ്ടെങ്കിൽ PSC ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെങ്കിൽ മാർക്ക് ഇല്ല, അല്ലെങ്കിൽ ഞാൻ അത്ര നല്ലൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പെർഫോമർ ആയിരുന്നു ബിടെക്കിലെങ്കിൽ PSC ഒന്നും എനിക്ക് സ്വപ്നം കാണാനേ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്താണ് സൗമ്യയുടെ തോട്ട് എന്താണ്? അങ്ങനെ ഒന്നുമേ ഇല്ലെന്നാണ് എന്റെ ഞാൻ ബിടെക്കിന് ഒരുവിധം പഠിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം വന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ബിടെക്കിനൊക്കെ പഠിക്കുമായിരുന്നു. അപ്പൊ കുഴപ്പമില്ല, ഒരുവിധമൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. പക്ഷെ അത് ടോട്ടലി തെറ്റി. ആ എക്സാം ക്വാളിഫൈ ആയതേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ബിടെക്കിന്റെ പഠനവും ഇതുമായിട്ട് ബന്ധമില്ല. നമ്മൾ ബിടെക്കിനെ പഠിക്കും, ആ ബിടെക്കിന്റെ സ്ട്രാറ്റജി അല്ലല്ലോ ഇതില്. നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഡീപ്പായിട്ട് കൺസെപ്റ്റ്സ് അറിയണം. ബിടെക്കിന് നമ്മൾ കുറെ കാണാതെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. ഇതിന് അത് പറ്റില്ല. മനസ്സിലാക്കി ഓരോ ടോപ്പിക്കും ഇതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും പെട്ടെന്ന് ഓർത്തെടുക്കാനുള്ള സ്കില്ലും കൂടെയൊക്കെ അത് നമ്മൾ പ്രാക്ടീസിൽ കൂടെ തന്നെയാണ് കിട്ടുന്നത്. ടോപ്പർ ആണെന്ന് പറഞ്ഞ് അങ്ങനെ കിട്ടില്ലെന്നാണ് എനിക്ക്. അത് തന്നെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുക. പിന്നെ അപ്പോൾ ബിടെക്കിൽ പഠിച്ചതും ഇതിൽ പഠിച്ചതും തമ്മിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞുള്ള കോൺസെപ്റ്റ് കുറച്ചുകൂടി അറിയണം, കുറച്ച് അനാലിസിസ് സ്കിൽസ് വേണം, അനലിറ്റിക്കൽ സ്കിൽസ് നമുക്ക് കുറച്ച് കൂടുതൽ വേണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫൈനൽ ഇതെന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് തന്നെയാണ്. പ്രാക്ടീസും അതിന്റെ റിവിഷനും. കുറെ ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളത്, പല മോഡൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്കും ഈ ഒരു തിയറി മാത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വരും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഒരു തിയറി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ തിയറിയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്ന ചില ഇക്വേഷൻസ്, ഡയോഡ് ഇക്വേഷൻസ് ജസ്റ്റ് ഇങ്ങനെ വെറുതെ വായിച്ചു പോകുമായിരിക്കും. പക്ഷെ അതിന്റെ തന്നെ ആപ്ലിക്കേഷൻ പല ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാലും അല്ലാതെ ബുക്സ് വായിച്ചു കഴിഞ്ഞാലും ഒക്കെ അത് കിട്ടും. അപ്പൊ അങ്ങനെ കുറെ നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ മനസ്സിലാവും ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ഇത്രയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, കുറച്ചുകൂടെയൊക്കെ ഇതായിട്ട് നോക്കണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളിതിനെ ക്വസ്റ്റ്യൻസിനെ സോർട്ട് ചെയ്യാറുണ്ടോ? അതായത് നമ്മൾ എങ്ങനെയാണ് ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് നോക്കും, അതിൽ തന്നെ നേരത്തെ മാറ്റി വെക്കും എന്ന് പറഞ്ഞ് ചിലത് അറിയാത്തത്. എക്സാമിന്റെ ലാസ്റ്റ് ഒരു മന്ത് അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു വീക്ക് ഒക്കെ എങ്ങനെയായിരുന്നു? ഈ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നോ അതോ റിവിഷൻ മാത്രമായിരുന്നു? എക്സാമിന് ഒരാഴ്ച മുന്നേ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എണീക്കാൻ ശ്രമിക്കുമായിരുന്നു. PSC എക്സാം രാവിലെയാണല്ലോ, എനിക്ക് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പൊ ആ സമയങ്ങളിൽ ഒരു 4-5 മണിക്ക് എല്ലാ ദിവസവും എക്സാമിന് ഒരാഴ്ച മുന്നേ എണീക്കുമായിരുന്നു. എണീറ്റിട്ട് രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം ഒരു മോക്ക് ടെസ്റ്റ് ഫുള്ള് അറ്റൻഡ് ചെയ്യും. ഒരു 100 ക്വസ്റ്റ്യൻസ് 1.5 മണിക്കൂറിൽ കറക്റ്റ് ആയ സമയത്തിന് ഇരുന്ന് ചെയ്യുമായിരുന്നു നമ്മൾ ആ എക്സാമിന്റെ അതേ സമയം. അപ്പൊ അത് അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എക്സാം ഹാളിൽ എത്തിയപ്പം എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം പോലെ തന്നെ അങ്ങ് തോന്നി. അപ്പൊ അതുകൊണ്ട് വലിയൊരു ടെൻഷൻ എക്സാം ഹാളിലും ഇല്ലായിരുന്നു. മാർക്കൊക്കെ കുറവായിരിക്കും മോക്ക് ടെസ്റ്റിന്, ചിലപ്പോ 30-40 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ അതൊന്നും കാര്യമാക്കിയില്ല. അത് ചെയ്തിട്ട് അതിന്റെ സൊല്യൂഷൻസ് കാണുമല്ലോ, അതുകൂടെ നോക്കി അതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളത് വേറൊരു ബുക്കിലൊക്കെ മാറ്റി എഴുതി ഒക്കെ വെച്ചായിരുന്നു. അപ്പൊ ആ ഒരു 10 ദിവസം അങ്ങനെ ചെയ്തു. 10 ദിവസം അങ്ങനെ ആ ഒരു ഫോർമാറ്റ് തന്നെ പ്രാക്ടീസ് ചെയ്തു. അതായത് വെറുതെ മോക്ക് എഴുതുകയല്ല, അതേ സമയത്ത് അതേ രീതിയിൽ തന്നെ. രാവിലെ പ്രത്യേകിച്ച് എണീക്കാനായിട്ട് നോക്കിയായിരുന്നു. അപ്പൊ അതാണ് അതിന്റെ കൂടെ തന്നെ ചോദിക്കേണ്ടത്. അപ്പൊ നമ്മളുടെ മോക്ക് അറിയായിരിക്കും, നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞു കുറച്ച് ടഫ് ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാറ്. അതിൽ തന്നെ എല്ലാ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വിടാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് റാങ്ക് കിട്ടിയ ഒരാൾക്ക് പോലും അതിൽ 30 മാർക്ക് 50 മാർക്കിനുള്ള കേസ്. അപ്പൊ അങ്ങനത്തെ മോക്ക് എഴുതുന്നതുകൊണ്ട് എന്ത് ഗുണമാണ് തോന്നിയിട്ടുള്ളത്? അതായത് ഇപ്പൊ കാരണം നമ്മൾ പലപ്പോഴും അത് ഞാൻ ചോദിക്കാൻ കാരണം പല കുട്ടികളും പറയാറുണ്ട് ഇത് ഭയങ്കര ടഫാണ്, മാർക്ക് കിട്ടുന്നില്ല, കോൺഫിഡൻസ് പോകുന്നു എന്ന് ഒരു കമന്റ് പറയാറുണ്ട്. അപ്പൊ നമ്മൾ പക്ഷെ കുറച്ച് ടഫായിട്ട് തന്നെ മനഃപൂർവ്വം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഒരു ബെനിഫിറ്റും അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒന്ന് പറയാമോ? ഇത്രയും ടഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എക്സാമിന് അത്രയും ക്വസ്റ്റ്യൻ കാണുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പേടി ഉണ്ടാവില്ലേ. നമ്മൾ ഓൾറെഡി എവിടേക്കോ കണ്ടതാണല്ലോ, അല്ലെങ്കിൽ ഇതിലും കൂടിയ ലെവലിൽ കണ്ടതാണല്ലോ എന്നൊരു മനസ്സ് തനിയെ ഒരു ഇതാവും, ഒരു ധൈര്യം എവിടേക്ക് കിട്ടുന്ന പോലെ തോന്നും. പിന്നെ അതില് തീരെ ടഫായ ക്വസ്റ്റ്യൻസ് ഒരുപാട് ടഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ ടെൻഷൻ അടിക്കാതെ ചില നമ്മളെ കൊണ്ട് പറ്റാത്തയാണെങ്കിൽ പിന്നെ അതങ്ങ് കുഴപ്പമില്ല, അതങ്ങ് വിടാം എന്ന് വിചാരിക്കും. അല്ലാത്തുള്ളതെല്ലാം പറ്റുന്നതെല്ലാം എഴുതി വെച്ചിട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും സൊല്യൂഷൻ എഴുതി വെക്കുമായിരുന്നു. അതാ ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷൻ കിട്ടാറുണ്ട്. അപ്പൊ ഈ കിട്ടാത്ത ചോദ്യത്തിന് അപ്പൊ നമ്മുടെ ആ ടെസ്റ്റ് സീരീസിലുള്ള ഓരോ ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും.
അറിയാവുന്ന ക്വസ്റ്റ്യന്റെ എക്സ്പ്രഷൻ നോക്കുമായിരുന്നോ? അതോ അറിയാത്തതിന്റെ മാത്രമേ എക്സ്പ്രഷൻ നോക്കണം? എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രാറ്റജി? കാരണം നമുക്ക് സമയം കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് ലാസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് 2-3 ദിവസം അറിയാത്തത് മാത്രമേ നോക്കുള്ളായിരുന്നു. ഓൾറെഡി നമുക്ക് നല്ല അറിയാം എന്നറിയാവുന്നതിന് വീണ്ടും സമയം കളയില്ലായിരുന്നു. ഓക്കെ. ഒട്ടും അറിയാത്തതിനെയാണ് കൂടുതലും. ചില ഇക്വേഷൻസ്, ചില ഫോർമുല നമുക്ക് നമ്മൾ പഠിക്കാതെ പോയ ചില ഫോർമുലാസ്, ചെറിയ ഇക്വേഷൻസ് ഒക്കെ കാണുമല്ലോ, അതൊക്കെ അല്ലാതെ ലാസ്റ്റ് പിന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യമൊക്കെ എഴുതുമ്പോഴത്തേക്കും ഫുൾ എക്സ്പ്ലനേഷൻ നോക്കുമായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ അത് നമ്മുടെ നോട്ട്സിലാക്കുവോ എങ്ങനെയാണ്? കാരണം നമ്മൾ ഓരോ ക്വസ്റ്റിനും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും. അതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നോട്ടിൽ അതിന് വേണ്ടി ടെസ്റ്റ്? കാരണം നമ്മൾ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ടെസ്റ്റിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് വെക്കണം. അങ്ങനെ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഈ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഫോർമുലാസ് കാണുകയെന്നുണ്ടെങ്കിൽ തിയറി നോട്ട്സിൽ അത് ആഡ് ചെയ്തിടുമായിരുന്നു. ആഡ് ഓൺ ആയിട്ട് എഴുതിയിടുമായിരുന്നു. അതൊക്കെ എങ്ങനെയാണ്? ഇങ്ങനെ കളർ വെച്ച് മാർക്ക് ചെയ്യോ? ഒരുപാട് കളർ ചെയ്യൂല, ഒരുവിധം എനിക്ക് മനസ്സിലാവുന്ന രീതിക്കൊക്കെ ചെയ്യുമായിരുന്നു. അല്ല, ഓരോരുത്തരുടെയും ഓരോ സ്ട്രാറ്റജിയാണ്. പക്ഷെ പല കുട്ടികളും ഇങ്ങനെ ബോക്സിലൊക്കെ ആക്കി ഇങ്ങനെ ബോക്സിലാക്കിയിടുമായിരുന്നു. ബോക്സിലാക്കി ഇപ്പൊ റെഡ് കളറോ ബ്ലൂ കളറോ അങ്ങനെ എഴുതുന്ന പേനയുടെ അല്ലാത്തൊരു കളറിൽ എഴുതിയിടുമായിരുന്നു, പെട്ടെന്ന് ക്യാച്ച് ആയിട്ട് കാണാൻ വേണ്ടി. ഇനി ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ ഇപ്പം ഈ പല കുട്ടികളും പറയാറുള്ളത് ഇങ്ങനെ ഈ നോട്ട്സ് തന്നെ അവർ വീണ്ടും ട്രിം ചെയ്യും. അതായത് ഇത്രയും നോട്ട്സ് വേണ്ട, അതായത് ലാസ്റ്റ് റിവിഷന് വേണ്ടിയിട്ട് ഇതേ നോട്ട്സ് തന്നെ അവർ വീണ്ടും ചെറുതാക്കി എഴുതുകയായിരുന്നു. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, അതിന് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു നോട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ ഏകദേശം അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അതിന്റെ കൂടെ തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, പല കുട്ടികളും പറയാറുള്ള ഒരു കാര്യമാണ്, എനിക്ക് നോട്ട്സ് ഉണ്ടാക്കാൻ സമയമില്ല, അതായത് കുറെ പഠിക്കാനുണ്ട് അല്ലെങ്കിൽ. അപ്പം നോട്ട്സ് ഇല്ലാതെ ഈ PSC എക്സാംസ്, അത് ഇപ്പോഴത്തെ ലെവലിൽ PSC എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് സൗമ്യ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ എനിക്ക് ബേസിക്കലി നോട്ട്സ് കണ്ടാലാണ് എനിക്ക് പഠിച്ചതിന് തൃപ്തി ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ നോട്ട്സ് വെച്ച് തന്നെ പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ നോട്ട് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ഒരു ഇതാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു. അത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഏത് സ്റ്റേജിലാണ് എക്സാമിന്റെ? റിവിഷൻ ടൈമിൽ പിന്നെ ഞാൻ എല്ലാം ആദ്യമേ പഠിക്കുന്ന പോലെ പഠിച്ചതാണല്ലോ. അപ്പൊ ഒരു ദിവസം പഠിച്ച കാര്യം രണ്ടാമത് പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ സ്വന്തം നോട്ട്സിൽ കയ്യിൽ കാണുമ്പോഴത്തേക്കും ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഈ റിവിഷൻ സമയത്ത് നമ്മുടെ ഈ നോട്ട്സ് നമ്മുടെ ടൈം സേവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ആ നോട്ട്സ് സ്വന്തം ഇതിൽ എഴുതുന്നത്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ എഴുതുമായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമ്മൾ റീകളക്ട് ചെയ്യാനായിട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും? ഞാനിത് വീണ്ടും ചോദിക്കുന്ന കാരണം പല കുട്ടികളും നോട്ട് എഴുതാൻ സമയം, ഇപ്പം സൗമ്യക്കുള്ളതിനേക്കാൾ കൂടുതൽ സമയം പലർക്കും ഉണ്ടാവും. അവർ പോലും നോട്ട് എഴുതാൻ ശ്രമിക്കാറില്ല. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? കാരണം ഇത് കാണുന്ന കുട്ടികളാണെങ്കിലും നോട്ട് എഴുതാനാണോ സൗമ്യ റെക്കമെൻഡ് ചെയ്യുക? എന്താണ് പറയുക? നോട്ട് എഴുതുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പോ ഒരു വീഡിയോ ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് നോട്ടായിട്ട് എഴുതുമ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ അത് പെട്ടെന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റിൽ നമുക്ക് ജസ്റ്റ് അത് കണ്ടുപോകാൻ പറ്റും. മറ്റേ നോട്ട്സ് ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ആ വീഡിയോ കാണേണ്ടി വരും, വീണ്ടും 1.5 മണിക്കൂർ അതിന് പോകും. ഇതാകുമ്പോൾ നമ്മൾ കണ്ട ഒരു ഓർമ്മ എവിടെയൊക്കെയോ കാണും എന്ന് വിചാരിക്കും. നമ്മൾ ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും കുറെ കൂടെ ബ്രെയിനിൽ നിൽക്കാനായിട്ട് ഓർമ്മയിൽ നിൽക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെ പോലെ കുറെ നാൾക്ക് ശേഷം പഠിക്കുന്ന ആളായത് കൊണ്ട് നോട്ട്സ് എന്തായാലും ആവശ്യമായിരുന്നു. വേസ്റ്റ് അല്ല. പിന്നെ നമുക്ക് വേറെ എക്സാമിന് പഠിക്കാനുള്ളത്. ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ അടുത്ത എക്സാമിന് ഈ നോട്ട്സ് ഉപയോഗപ്പെടുത്താം. നോട്ട്സ് എന്തായാലും ഒരു സംഭവം വേണം, എങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് ഒരു മീഡിയം വേണമല്ല. ഇപ്പൊ പ്രിന്റഡ് നോട്ട്സിനെക്കാളും നമ്മൾ എഴുതുന്ന നോട്ട്സ് അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്നതിനേക്കാളും നമ്മൾ എഴുതുന്ന നോട്ട്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ധൈര്യവും അതിൽ നിന്ന് കിട്ടും തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ കേട്ട് എഴുതിയതാണല്ലോ ഇത്. പിന്നെ നമുക്ക് അറിയാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ നമ്മൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അത് തന്നെ റീകളക്ട് ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റും. എന്ത് യുണീക് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഈ ടോപ്പിൽ എത്താൻ സഹായിച്ചതാണ്? അതായത് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ ടോപ്പിൽ എത്തുമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. എന്ന് വെച്ചാൽ സാധാ രീതിക്ക് തന്നെയാണ് പഠിച്ചു പോയത്. വെച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒട്ടും കിട്ടാതായപ്പോഴത്തേക്കും ഇത് അങ്ങനെ നല്ല ഡീമോട്ടിവേറ്റ് ആയിട്ട് വന്ന ഒരാളായിരുന്നു. പറ്റുമോ ഇല്ലയോന്നൊന്നും അറിയില്ല. അപ്പം എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചു നോക്കാന്ന് പറഞ്ഞ് ശ്രമിച്ചതായിരുന്നു. ടോപ്പിൽ എത്തുന്നൊന്നും ഒട്ടും വിചാരിച്ചില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഈ ഒരു സാർ പറഞ്ഞ പോലെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തും അതിന്റെ MCQs ഒരുപാട് ചെയ്ത്, അതാണ് ഈ ഒരു എക്സാമിൽ ഞാൻ കൂടുതലും ചെയ്തത്. ഒരു തിയറി പഠിച്ചു കഴിഞ്ഞാൽ MCQ എന്തായാലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും, ഒരു ഗ്യാപ്പ് എടുത്ത ഒരാളാണെങ്കിലും, നമ്മുടെ ബിടെക് സമയത്ത് അധികം പഠിക്കാത്ത ഒരാളാണെങ്കിലും ഇങ്ങനത്തെ ഒരു സ്ട്രാറ്റജി ഒരു വർഷം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ കിട്ടും എന്നാണ് സൗമ്യ പറയുന്നത്. കിട്ടും എന്നാണ് ഞാൻ എത്ര കോമ്പറ്റീറ്റീവ് ആണെങ്കിലും കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ മെനക്കെടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിൽ സമയം എങ്ങനെയെങ്കിലും ഒക്കെ കണ്ടെത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അത് കിട്ടാനാണ് ചാൻസ്. ഇല്ല എനിക്ക് തന്നെ തീരെ സമയം ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ജോലിയും ഉണ്ടല്ലോ, ഓഫീസൊക്കെ കഴിഞ്ഞ് എത്തുമ്പോൾ തന്നെ 6-7 മണിയൊക്കെയാവും. അപ്പൊ അതിനുശേഷമൊക്കെയാണ് പഠിക്കാനും. അതുപോലെ രാവിലെ 9 മണിക്ക് മുന്നേക്കെ ഇറങ്ങണം, കുഞ്ഞിനെ സ്കൂളിലാക്കണം. അപ്പൊ അങ്ങനെ ഒരുപാട് ഇതിന്റെ ഇടയിലാണ്. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സമയമുള്ളവർക്ക് എന്തായാലും ഇതിനേക്കാൾ സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു മനസ്സിന്റെ ധൈര്യവും ഇല്ല ഇത് പറ്റും എന്നുള്ള ഒരു ഇതും മാത്രം മതി. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട്, ഒരു 1.5 വർഷത്തെ എഫേർട്ടാണ്. അപ്പം ഇത് ഉറക്കമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലായിരുന്നു. എനിക്ക് ഉറങ്ങി വന്നാൽ അങ്ങ് ഉറങ്ങണം. അതുപോലെ രാവിലെ എണീക്കാനും പറ്റില്ലായിരുന്നു.
പിന്നെ ചില ദിവസങ്ങളിൽ ഈ ഇത്രയും പോർഷൻ തീർക്കണം എന്ന് വിചാരിച്ച ദിവസങ്ങളിൽ ആ ദിവസം രാത്രി എങ്ങനെയെങ്കിലുമൊക്കെ ഇരിക്കുമായിരുന്നു. കുറച്ച് ഇപ്പൊ ഡിജിറ്റലിലെ ഈ ഒരു പോർഷൻ ഇത്രയും ഉള്ളിൽ തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാത്രി അതും കൂടി ഇരുന്ന് അത് കവർ ചെയ്യും. അതുവരെ ഒരു സമാധാനം ഇല്ലാതെ വരുന്നത്. അപ്പൊ അത് പഠിച്ച് അങ്ങനെ തീർക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. അതിൽ തന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ഉണ്ടോ? അതായത് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, മാനസികമായിട്ടാണെങ്കിലും നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞാൻ അതൊക്കെ ഓവർകം ചെയ്ത് പഠിച്ചു. കാരണം അന്ന് ആ സാക്രിഫൈസ് ചെയ്ത് നന്നായി. ഇപ്പൊ റിസൾട്ട് വരുമ്പോൾ നമ്മളത് ആലോചിക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ഓർത്തെടുക്കാൻ പറ്റുമോ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ? നമ്മൾ പുറത്ത് പോകുന്നു, ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മാക്സിമം ഇതിന് വേണ്ടി തന്നെ നന്നായിരുന്നു. കുഞ്ഞിന്റെ കാര്യവും വീടൊക്കെ പലപ്പോഴും തൂക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെ വീട് പോലും ക്ലീൻ ചെയ്യാനൊന്നും അധികം സമയം, നമ്മൾ 3 പേര് മാത്രമാണ് നിൽക്കുന്നത്, വേറെ സപ്പോർട്ടില്ല. അപ്പൊ അങ്ങനെ നമ്മളൊക്കെ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഹസ്ബൻഡാണ് ആ സമയത്ത് അത്ര നോക്കിയത് ലാസ്റ്റ്. പിന്നെ അവളും കുറെ സഹകരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ എന്തിനോ പഠിക്കുന്നുണ്ട് എന്നൊക്കെ. പിന്നെ അവളും കുറെയൊക്കെ ശല്യപ്പെടുത്താതെയൊക്കെ. നമുക്ക് അറിയാം, ഒരു 2020 മുമ്പുള്ള PSC എക്സാംസിന്റെ ട്രെൻഡ് കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. അതായത് നമുക്ക് കുറച്ചൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് നമുക്ക് കുറച്ച് PYQs മാത്രം നോക്കിയിട്ട് പോയാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതിനുശേഷം ഇപ്പൊ 2020 അല്ലെങ്കിൽ 2021 ശേഷമൊക്കെ, കോവിഡിന് ശേഷമൊക്കെ വന്നിട്ടുള്ള എക്സാംസിന്റെ ട്രെൻഡ് എല്ലാ സബ്ജക്ട്സിനും, അതായത് ഇപ്പം ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഈ മാറുന്ന ട്രെൻഡിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ആ ട്രെൻഡിനനുസരിച്ച് എങ്ങനെയാണ് ഈ പ്രിപ്പറേഷൻ ഡെവലപ്പ് ചെയ്തത്? അതൊന്ന് പറയാമോ? ഹസ്ബൻഡ് ഈ പറയുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, PSC എക്സാമിന്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയം തൊട്ടേ ആള് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആള് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പം ലെവൽ മാറുന്നുണ്ട്. പക്ഷെ അവൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ തുടക്കത്തില് ആള് കയറിയ സമയത്തുള്ള ഇത് എളുപ്പമായിരുന്നു. ജസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ ആവുമായിരുന്നു. പക്ഷെ പിന്നെ എയുടെ എക്സാംസും ഓവർസിയർ എക്സാംസ് ആണെങ്കിൽ തന്നെ കുറച്ചുകൂടെ ലെവൽ ടഫായി തുടങ്ങിയതായിട്ട് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട്, 1 or more ഓപ്ഷൻസ് വരുന്ന, A or B or അങ്ങനത്തെ ഓപ്ഷൻസ് വരുന്നതായിട്ട് മനസ്സിലായി. അപ്പൊ ഞാനിത് ആദ്യമായിട്ട് അറിയുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എഴുതുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. വേറെ എക്സാംസ് ഇല്ലായിരുന്നു. അപ്പൊ അന്ന് മനസ്സിലായി ഇത് ഇങ്ങനെയൊന്നും പഠിച്ച കാര്യമില്ല. ജസ്റ്റ് ഒരു റാങ്ക് ഫയൽ വാങ്ങി ഇങ്ങനെ കാണാതെ പഠിച്ചിട്ട് എഴുതിയാൽ നമുക്കൊന്നും ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലായത് അപ്പോഴാണ്. മാറാൻ അതിനുശേഷമാണ് ഞാൻ ശരിക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ തോൽവിക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് തുടങ്ങിയത്. ഇത് ഇപ്പോഴത്തെ സ്ട്രാറ്റജിയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് തോന്നിയിട്ടുണ്ടായിരുന്നോ? അത് ഇനി കറക്റ്റ് ചെയ്യാനായിട്ട് തോന്നുന്ന എന്തെങ്കിലും ഇതുണ്ടോ? എനിക്ക് ലാസ്റ്റ് കുറച്ച് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പൊ അത് എനിക്ക് കുറച്ചുകൂടെ അസിസ്റ്റന്റ് പ്രൊഫസർ വരുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ തുടങ്ങി ഏകദേശം സിലബസ് മൊത്തവും കവർ ചെയ്ത് പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഇലക്ട്രോണിക്സിൽ ഒരുപാട് സബ്ജക്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഈ സബ്ജക്ട്സിൽ പല ആൾക്കാർക്കും ടഫ് ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. സൗമ്യക്ക് ടഫായിട്ട് തോന്നിയത് ഏതാണ്? ഈസി ആയിട്ടുള്ളത് പറയണമെന്നില്ല, കാരണം ടഫായിട്ട് തോന്നിയത് ഏതാണ്? അതെങ്ങനെയാണ് ആ ഒരു ടഫ് സബ്ജക്റ്റിനെ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്തതെന്ന് പറയാമോ? എനിക്ക് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇച്ചിരി പാടായിരുന്നു. ഈ ASK PSC അങ്ങനത്തെ ഇപ്പൊ ഒരുപാട് കൺഫ്യൂഷൻ ആണ് ആ സംഭവം. അതുപോലെ A മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ, ആ സംഭവങ്ങൾ എപ്പോഴും ഒരുപാട് കൺഫ്യൂസിങ് ആയിരുന്നു ഏതാണ് ഏതിന്റെയെന്ന്. അപ്പൊ അത് കുറെ ആ ഒരു പോർഷന് വേണ്ടിയാണ് ഞാൻ ആ പോർഷനനുസരിച്ച് ആദ്യം പഠിക്കാൻ തുടങ്ങിയത്, അറിഞ്ഞുകൂടാത്തതില്. അപ്പം അതിൽ കുറെ സമയം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. ടഫ് സബ്ജക്റ്റിൽ കുറച്ച് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ അത് എളുപ്പമാവും. കുറച്ചുകൂടെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് കണ്ടാലും ചെയ്യാൻ പറ്റും എന്നുള്ള ഇത് തോന്നി തുടങ്ങി. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് എങ്ങനെയായിരുന്നു എക്സാം ഹാളിലെ സ്ട്രാറ്റജി? നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിന്റെ തലേന്നുള്ള നമുക്ക് ഒരു 10 ദിവസം നമ്മൾ അതിനുവേണ്ടി മെനക്കെട്ടു, മോക്ക് ടെസ്റ്റുകൾ എഴുതി, അതിലുള്ള തെറ്റുകൾ മനസ്സിലാക്കി, അതിനുശേഷം എക്സാമിന്റെ തലേന്നും എക്സാമിന്റെ അന്നും ഉള്ള സ്ട്രാറ്റജി ഒന്ന് പറയാമോ? എസ്പെഷ്യലി എക്സാം ഹാൾ സ്ട്രാറ്റജിയും കൂടെ ഒന്ന് പറയാമോ? ഇപ്പൊ എക്സാമിന്റെ അന്ന് തലേന്ന് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയായിരുന്നു. എനിക്ക് ഒരുപാട് നേരെ അങ്ങനെ ഇരുന്ന് ടെൻഷൻ ആവേണ്ടത് 8 മണിയൊക്കെ ഇപ്പം ഉറങ്ങിയിട്ട് രാവിലെ നേരത്തെ എണീറ്റ് പോകണമല്ലോ, നേരത്തെ എണീറ്റ്. പക്ഷെ വേറെ ഒന്നും നോക്കിയില്ല, രാവിലെ ഒന്നും പഠിക്കാനൊന്നും ശ്രമിച്ചില്ല. ഇനിയിപ്പോ എന്തെങ്കിലും റീകോൾ ചെയ്ത് നമുക്ക് ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പിന്നെ ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് എക്സാം പോയി അറ്റൻഡ് ചെയ്യാമെന്നായിരുന്നു. എക്സാം ഹാളിൽ സമയത്ത് തന്നെ എത്തി, ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. ആദ്യം 2-3 ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ ഇച്ചിരി ഒന്ന് ടെൻസ്ഡായി, ഓർമ്മ കിട്ടാത്ത പോലെയൊക്കെ തോന്നി. പിന്നെ ഒന്ന് കുറച്ചു നേരം ഒന്ന് ദൈവത്തേക്ക് ഒന്ന് പ്രാർത്ഥിച്ച് വിളിച്ചിട്ടിരുന്നിട്ട് പിന്നെ ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആദ്യം ഒരു 100 ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ടൈം ഒന്ന് നോക്കി. അതിലെല്ലാം ഒന്നും കിട്ടിയില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ എല്ലാം കണ്ടുപോയി. നല്ലോണം അറിയാവുന്ന ചില 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കാണുമല്ലോ, കറക്റ്റ് നമുക്ക് അറിയാം, ഒട്ടും ഡൗട്ട് ഇല്ലാത്ത, അത് ആദ്യം ബബിൾ ചെയ്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ റൗണ്ട് വന്നിട്ട് ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ ചെയ്ത് നോക്കുന്നത്, കറക്റ്റായിട്ട് ഇക്വേഷൻസ് അറിയാവുന്ന ന്യൂമറിക്കൽസ് അങ്ങ് ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ല. ഓൾറെഡി ഇത്ര ചെയ്ത് വെച്ചുകൊണ്ട് ധൈര്യം ഉള്ളതുകൊണ്ട് ഇത് ചെയ്തിട്ട് അത് ബബിൾ ചെയ്തു.
പിന്നെ ലാസ്റ്റ് റൗണ്ടിലാണ് കുറച്ച് നമുക്ക് ഗസ് എടുക്കാൻ പറ്റുന്ന എന്നാൽ വലിയ വൈൽഡ് ഗസ് അല്ല, അല്ലാതെ ഉള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ്സ് കൂട്ടാനായിട്ട് കുറച്ച് ഇങ്ങനെ ലാസ്റ്റ് ചെയ്തു. നേരത്തെ എഴുതിയ എക്സാം, അതായത് നേരത്തെ ഇതിന് മുമ്പ് എഴുതിയ AP പോലുള്ള എക്സാമിന്റെ സ്ട്രാറ്റജിയും ഇതിലും തമ്മിൽ എന്തായിരുന്നു? ഇത് തന്നെയാണോ വ്യത്യാസം വന്നത്? AP ശരിക്കും ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തില്ലായിരുന്നു. ജസ്റ്റ് ഈ 1, 2, 3 ക്വസ്റ്റ്യൻസ് അതേപോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും, സെക്കൻഡ് ന്യൂമറിക്കൽ ആണെങ്കിൽ അത് അപ്പൊ തന്നെ അങ്ങ് ചെയ്യും. ചെയ്തപ്പോ ചിലപ്പോൾ കുറെ സമയം അങ്ങ് പോകും. കഷ്ടകാലത്തിന് ഞാൻ ചിലപ്പോൾ തെറ്റിപ്പോയ ആ മാർക്കും പോവും, സമയവും പോകും. അപ്പൊ അങ്ങനെ എനിക്ക് 100 ക്വസ്റ്റ്യൻസ് അങ്ങ് എത്തിയില്ലായിരുന്നു AP. ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ലാസ്റ്റിലായിരിക്കും. അപ്പൊ അത് കാണാൻ പറ്റാതെ പോകും. അപ്പൊ അതിനേക്കാളും ജസ്റ്റ് ഒന്ന് എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് കണ്ടു വന്നിട്ട് പിന്നെ നമുക്ക് അറിയാവുന്ന ന്യൂമറിക്കൽ ആണെങ്കിലും സെക്കൻഡ് റൗണ്ടിൽ ചെയ്യുമ്പോഴത്തേക്കും സമയം അധികം പോവില്ല. ഇക്വേഷൻസ് അറിയായിരിക്കും, ഇട്ടാൽ മാത്രം മതി. പക്ഷെ അത് ആദ്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എങ്ങനെ തെറ്റിപ്പോയി കഴിഞ്ഞാൽ സമയം നമ്മള് എക്സാമിന്റെ ഒരു ഹോൾ സ്ട്രാറ്റജി വീഡിയോ ചെയ്യാറുണ്ട്. കാണുന്നുണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ഈ ഒരു 3 റൗണ്ട് സ്ട്രാറ്റജി ഒക്കെ പറയാറുണ്ട്. സൗമ്യക്ക് എന്താ തോന്നുന്നു, ആ 3 റൗണ്ട് സ്ട്രാറ്റജി എഫക്റ്റീവ് ആണോ അതോ എങ്ങനെയാണ് അതിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? എനിക്ക് ആ 3 റൗണ്ട് സ്ട്രാറ്റജി വലിയ എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്തത്. ഫസ്റ്റ് റൗണ്ട് പോയി എല്ലാം അറിയാവുന്നത് ചെയ്തിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ട് മാർക്ക് ചെയ്ത് അറിയാം പക്ഷെ രണ്ടാമത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് രണ്ടാമത് ഒന്ന് ചെയ്തു, പിന്നെ തേർഡ് ഒന്നും കൂടെ കുറച്ചുകൂടെ ഉള്ള ഇതായിട്ട് പോയി ചെയ്തായിരുന്നു. അപ്പൊ അതിൽ തന്നെ നമ്മളൊരു കാര്യം കൂടി പറയണ്ട, ഒരു ഫസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ലാസ്റ്റ് 15 മിനിറ്റ്സ് നിങ്ങളെ ടൈം മാനേജ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഈ ലാസ്റ്റ് എന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു 15 മിനിറ്റ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് പറഞ്ഞു, അതൊന്ന് പറയാമോ എങ്ങനെയാണ്? അത് ലാസ്റ്റ് 15 മിനിറ്റ്സ് ആയപ്പോൾ ഏകദേശം സമയമൊക്കെ കഴിഞ്ഞു, എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തീർന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ചില ക്വസ്റ്റ്യനിൽ ഇതായിരിക്കുമോ എന്ന് ഏകദേശം ഒരു 70% അറിയാം. മറ്റേതിനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഇതങ്ങ് ബബിൾ ചെയ്ത് അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ശരിയായി. എനിക്ക് തോന്നുന്നു അതുകൊണ്ടിട്ടൊക്കെ ആയിരിക്കാം, ദൈവാനുഗ്രഹം കൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പ്രിപ്പറേഷന്റെ തൊട്ട് എക്സാമിന്റെ ലാസ്റ്റ് സെക്കൻഡ് വരെ നമ്മുടെ റാങ്കിനെ തീരുമാനിക്കും. ഉണ്ട് സാർ, നമ്മൾ ഒരിക്കലും ടെൻഷൻ ആവാതിരിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അറിയാവുന്ന കാര്യം കൂടെ തെറ്റുമെന്നുള്ളതാണ്, വേറെ ഒരു ഉപയോഗവും ഇല്ല. അപ്പൊ എന്തായാലും വന്നു, ഇത് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അടുത്ത എക്സാം നമുക്ക് ശ്രമിക്കാം. നമ്മൾ ഇത്രയും ട്രൈ ചെയ്തല്ലോ, ആ ട്രൈ ചെയ്ത സാധനം നമ്മൾ പറ്റണം എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ ഇപ്പൊ സെക്കൻഡ് റാങ്ക് കിട്ടിയല്ലോ, ആ ഒരു അതായത് അത്രയും റാങ്ക് പ്രതീക്ഷിച്ചിരുന്നോ? സത്യം പറഞ്ഞാൽ ഇല്ല സാർ. എന്നുവെച്ചാൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഇതിൽ പോലും വന്നില്ലായിരുന്നല്ലോ, സപ്ലിമെന്ററി പോലും ഇല്ലായിരുന്നു. അപ്പൊ ഇത് ജസ്റ്റ് കട്ട് ഓഫ് ഒന്ന് ക്ലിയർ ചെയ്ത് കിട്ടണം എന്നുള്ളതേ ഉണ്ടായിരുന്നു. സെക്കൻഡ് റാങ്ക് ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്ന് നമുക്കറിയാം അത്രയും കോമ്പറ്റീറ്റീവ് ആണ്, വേക്കൻസീസ് കുറവാണ്. അപ്പൊ സെക്കൻഡ് റാങ്ക് ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് എഴുതുന്നത്. ഓൾറെഡി പഠിക്കാൻ സമയമുള്ള ഒരുപാട് പേരുണ്ടാവും, അവരിവിടെയാണ് മത്സരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ അങ്ങനെ കിട്ടുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പിന്നെ എന്റെ ബെസ്റ്റ് ഞാൻ ഇട്ടു എന്നുള്ളൊരു, പിന്നെ ബാക്കി ദൈവത്തിന്റെ കയ്യിൽ എന്നുള്ള ഇതായിരുന്നു. ആ റിസൾട്ട് കിട്ടിയ മൊമെന്റ് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റും? ആരെയാണ് ആദ്യം വിളിച്ച് പറഞ്ഞത്? അങ്ങനെയൊക്കെ ഒന്ന് പറയാം. എന്നെ അവിടെ നിന്ന് സ്കൂറിൽ നിന്നാണ് വിളിച്ച് ഇങ്ങനെ പറയുന്നത്. റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അറിഞ്ഞില്ല, ഇങ്ങനെ വന്നായിരുന്നു. വന്നിട്ടുണ്ട് സൗമ്യ സെക്കൻഡ് റാങ്ക് ആണെന്ന്. ഞാൻ ചോദിച്ചത് ഞാൻ തന്നെയാണോ? എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. നമ്മുടെ പുറത്തൊരു കടയിൽ നിൽക്കുമായിരുന്നു, ഹസ്ബൻഡും എടുത്തുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വന്നു സെക്കൻഡ് റാങ്ക് എന്നാണ് പറയുന്നതെന്ന്. അപ്പൊ ആളുടെയും കണ്ണൊക്കെ ഇങ്ങനെ ഇതായി. എനിക്ക് കുറച്ച് ഞാൻ ബോധമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടക്കുന്നു, എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ വളരെ സന്തോഷമായി. എനിക്ക് വെച്ചാൽ റിയലൈസ് ചെയ്യാനായിട്ട് കുറെ സമയം പിടിച്ചായിരുന്നു. നോക്കി പേരൊക്കെ എടുത്ത് നോക്കി. നമുക്ക് മെസ്സേജ് ഒന്നും വരത്തില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ആണോ എങ്ങനെയാണെന്ന് അറിയത്തുമില്ല. റാങ്ക് ലിസ്റ്റ് കണ്ടപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായത്. പിന്നെ ആ ഒരു ദിവസം എങ്ങനെയായിരുന്നു? കാരണം ഇതൊരു നേരത്തെ എസ്പെഷ്യലി ഇത്രയും സമയമില്ലായ്മയിൽ നിന്നാണ് പഠിച്ചത്, ഇത്രയും സാക്രിഫൈസസ് ചെയ്തു. അപ്പോ ആ റിസൾട്ട് എത്രത്തോളം ആയിരുന്നു ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നത്? ഭയങ്കര സന്തോഷമായിരുന്നു സാർ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാടൊക്കെ ഇമോഷണൽ ആയി. ഹസ്ബൻഡും അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു, കുഞ്ഞിനെയൊക്കെ വെച്ചിട്ട് ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും ആ ഒരു സമയം. അത് കിട്ടണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു, അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തന്നെ ചേട്ടൻ പറഞ്ഞു. കുഴപ്പമില്ല, കിട്ടിയില്ല, നമുക്ക് അടുത്തതിന് നോക്കാം, കിട്ടുവാണെങ്കിൽ നല്ലത്. അങ്ങനെ ഒട്ടും അമിതമായിട്ട് ടെൻഷൻ അടിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇതുപോലെ പല സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അവരോട് എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീറോന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ടാവും, ഫാമിലി ഒരുപാട് കൺസ്ട്രെയിൻസ് ഉള്ളവരുണ്ടാവും. അത് പലതരത്തിലുള്ള കൺസ്ട്രെയിൻസ് ആയിരിക്കും. അതായത് ഫാമിലി ആയിട്ടുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആയിരിക്കാം. അങ്ങനെ ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ ഓരോന്നാണ്. അവരോടൊക്കെ ജനറൽ ആയിട്ട് പറയാനുള്ള ഒരു കുറച്ച് സക്സസ് ടിപ്സ് ഒന്ന് പറയാമോ? നമുക്കിപ്പോ ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സാംസ് ഒക്കെ എഴുതി നോക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടണം എന്നില്ല. അതിലൊരിക്കലും മനസ്സ് വിഷമിക്കരുത്. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എഫേർട്ട് നമ്മൾ ഇടണം. സമയമൊക്കെ ചിലപ്പോൾ നമുക്ക് കുറവായിരിക്കും, ചില ദിവസം പഠിക്കാൻ പറ്റില്ല. അപ്പൊ അത് ഓക്കെ ആണെന്ന് മനസ്സിനോട് തന്നെ പറയുക, ഇങ്ങനെ നമുക്ക് പറ്റത്തുള്ളൂ, അടുത്ത ദിവസം നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ ഇടാൻ ശ്രമിക്കാം.
ചില ദിവസം പഠിക്കാനേ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, ഇന്ന് പഠിക്കാൻ പറ്റിയില്ല, നാളെ നമ്മൾ നോക്കും എന്നുള്ള രീതിക്ക് അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു മനസ്സങ്ങ് തളർന്നു പോകുന്നു. ചിലപ്പോൾ ഒക്കെ ഡീമോട്ടിവേറ്റഡ് ആവും. എന്നിരുന്നാലും നമ്മൾ മോട്ടിവേഷൻ കിട്ടുന്ന ആരുടെങ്കിലുമൊക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള ഞാൻ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ മോട്ടിവേഷൻ ഡൗൺ ആവുന്നു തോന്നുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ കണ്ട് ഈ ടോപ്പേഴ്സിന്റെ ഒക്കെ ടോക്ക് ഒക്കെ കാണും, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കുറെ മോട്ടിവേഷൻ നമുക്ക് തരും. പിന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് എന്തായാലും നമ്മൾ ഇത്ര എഫേർട്ട് ഇടുന്നതിന് എന്തായാലും നമുക്കത് എന്തെങ്കിലും ഒരിക്കലും ഇതല്ലെങ്കിൽ വേറൊരു രൂപത്തിൽ അത് കിട്ടും. ആ ഒരു എഫേർട്ട് ഇട്ട് വെക്കുക എന്നുള്ളതാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുക. പിന്നെ നാളെ റിഗ്രറ്റ്, നമ്മളന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് കിട്ടിപ്പോയേനെ, കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ എന്നൊരു തോന്നലേ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കാലയളവാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ മെന്റലി ഡൗൺ ആവാം. കാരണം എസ്പെഷ്യലി നേരത്തെ പറഞ്ഞ മോക്ക് എഴുതുമ്പോഴൊക്കെ മാർക്ക് കുറയുമ്പോൾ, പിന്നെ ഓൾറെഡി തന്നെ നേരത്തെ പറഞ്ഞ പോലെ AP എഴുതി അത് കിട്ടാതെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനത്തേക്ക് ഡീമോട്ടിവേറ്റഡ് ആവുന്ന സമയത്തൊക്കെ എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക ഈ എക്സാമിന്റെ പ്രിപ്പറേഷൻ ഉടനീളം? ഇതൊരു ചെറിയ കാലയളവല്ല, കുറച്ച് സമയം എടുക്കുന്നത്. അതെങ്ങനെയാണ് അപ്പൊ മോട്ടിവേറ്റഡ് ആയിട്ട്? ചില ദിവസം നമുക്ക് വിഷമം ഉണ്ടായിരിക്കും. അപ്പൊ ആ ദിവസം വിഷമിച്ച് തന്നെ അതിന്റെ വഴിക്കിങ് വിടുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അതിൽ കൂടുതൽ അങ്ങനെ ഒരുപാട് ഡീമോട്ടിവേറ്റഡ് ആയ ദിവസം പിന്നെ പഠിക്കാനും പറ്റില്ല. പിന്നെ കുഴപ്പമില്ല, കുഞ്ഞിന്റെ കൂടെ അന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും, വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്ന് കുറച്ചുകൂടെ ചെയ്ത് പിന്നെ ആ ഒരു ദിവസം പഠിക്കാതെ വിട്ട് കഴിയുമ്പോഴത്തേക്കും പിറ്റേന്നാകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നും കുഴപ്പമില്ല, ഇനി പഠിച്ചു തുടങ്ങാം എന്ന് പറഞ്ഞാൽ അതങ്ങ് മൊത്തത്തിലങ്ങ് മാറും. പിന്നെ വീണ്ടും ഒന്നേന്നങ്ങ് പഠനം തുടങ്ങും. പിന്നെ ദൈവത്തിന് വിശ്വാസിയാണ്, പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ ക്ലാസ് മൊത്തത്തിൽ എങ്ങനെയുണ്ട്? സ്കൂളിന്റെ ക്ലാസ് മൊത്തത്തിൽ നല്ലതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സാർ, എനിക്ക് മൊത്തത്തിൽ ഒന്നും ഓർമ്മയില്ലാതെ പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിരുന്നു. ഈസി എന്ന് വെച്ചാൽ നമുക്ക് തുടക്കം മുതലേ ഇതാണ് സംഭവങ്ങളെന്ന്, പ്രത്യേകിച്ച് അനലോഗ് സർക്യൂട്ട്സ് എടുത്ത് പറയണം. ഗോപകുമാർ സാറിന്റെ ക്ലാസ്, BJTയുടെ ഒക്കെ വർക്കിംഗ്, ഞാൻ എവിടെയൊക്കെ വരെ പഠിച്ചതാണെങ്കിൽ എനിക്ക് BJTയുടെ വർക്കിംഗ് സത്യം പറഞ്ഞാൽ ഇതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കുറെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാതൊക്കെ പഠിച്ച് ഇലക്ട്രോൺ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും എന്നല്ലാതെ അത് ഇതാണ് സംഭവം എന്ന് കറക്റ്റ് മനസ്സിലായത് സാറിന്റെ ആ ഒരു ക്ലാസ് കൊണ്ടിട്ടാണ്. എന്താണ് തോന്നുന്നത്? പക്ഷെ ആ ഡെപ്ത് വേണം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്ട് നല്ലോണം അറിയണമെങ്കിൽ ആ ഡെപ്തിൽ തന്നെ പോകണം. അല്ലെങ്കിൽ പെരിഫറി ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകും, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും. സാറിന്റെ ക്ലാസ് ഇത്രയും നല്ലതായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു ഇന്റർവ്യൂ വന്നാൽ തന്നെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നല്ലോണം പറയാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഡെപ്തിൽ പഠിക്കുന്ന നമുക്ക് തിയറട്ടിക്കൽ ആയിട്ടാണെങ്കിലും അതല്ലാതെ തന്നെ നമ്മുടെ ഇന്റർവ്യൂസിനാണെങ്കിലും, കാരണം നമ്മളിപ്പോൾ എഴുതുന്ന എല്ലാ എക്സാംസിനും ഇന്റർവ്യൂ ഉണ്ട്. ഇപ്പോൾ പോളി ആയിക്കോട്ടെ, PWD ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന AP ആണെങ്കിലും. അപ്പൊ അവിടെയൊക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ആൻസർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിന്റെ മാർക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്? കാരണം ഇതിൽ ഓരോ മാർക്കും എവറി പോയിന്റ് മാർക്ക് പോലും ഇമ്പോർട്ടന്റ് ആണ്. സൗമ്യക്ക് എന്താ തോന്നുന്നത്? അതെനിക്കൊന്ന് കുറച്ചും ഡെപ്തിൽ അറിയാമെങ്കിൽ നമുക്ക് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പറയാൻ പറ്റും. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയ കൺസെപ്റ്റ് ആയിരിക്കും, നമ്മൾ ഡെപ്തിൽ അറിയില്ലെങ്കിൽ ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. ഡെപ്തിൽ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ ചോദിക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടഫൊന്നും അങ്ങനെ ചോദിക്കില്ലല്ലോ, ജസ്റ്റ് ഡയറക്റ്റ് കൺസെപ്റ്റ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് അറിയില്ലെങ്കിൽ പറയാനും പറ്റില്ല എന്നുള്ളത്. എനിക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു വളരെ വലിയൊരു പരാജയത്തിൽ നിന്നാണ് ഇതിൽ ഇത്ര ദൈവാനുഗ്രഹവും സഹായം കൊണ്ട് കിട്ടിയത്. ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത പോലെ ഫ്രഷറിനെ പോലെ തന്നെയാണ് പഠിച്ചത്. കിട്ടുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ആ ഒരു നല്ല ക്വാളിറ്റി ക്ലാസ്സസ് ആയിരുന്നു. ടെസ്റ്റ് സീരീസ് ഒക്കെ വളരെ നല്ലതായിരുന്നു. അതൊക്കെ ഒരുപാട് മോട്ടിവേഷൻ കിട്ടി. നമുക്ക് എഴുതാനുള്ള സ്പീഡ് കൂടിയായിരുന്നു, ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള സ്പീഡൊക്കെ കൂടി. മറ്റേത് കുറെ സമയം പിടിക്കുമായിരുന്നു. ഇപ്പൊ 100 ക്വസ്റ്റ്യൻ ഏകദേശം 90 മിനിറ്റ് കൊണ്ട് തന്നെ തീർക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നേരവും കേട്ടിരുന്നത് സൗമ്യയുടെ സക്സസ് ജേണിയാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു എളുപ്പമുള്ളൊരു ജേണി ആയിരുന്നില്ല. ഒരുപാട് സാക്രിഫൈസസും ഒരുപാട് ഹാർഡ് വർക്കും അതുപോലെ തന്നെ അൺസർട്ടനിറ്റി ഒക്കെ നിറഞ്ഞ ഒരു ജേണി ആയിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠം ഇത്രയാണ്: നമ്മുടെ സമയം എത്ര കുറവാണെങ്കിലും, എത്രയൊക്കെ ബുദ്ധിമുട്ട് തരണം ചെയ്താണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിലും, സക്സസ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിന്റെ കൂടെയും സ്ട്രാറ്റജിയുടെ കൂടെയും എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ പഠിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വരുന്ന എന്ത് പ്രതിസന്ധികളാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഹാർഡ്ഷിപ്സും ഒക്കെ എല്ലാവർക്കും കോമൺ ആണ്. അതെങ്ങനെ ഓവർകം ചെയ്യും, നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കണ്ടെത്തേണ്ടത്. പഠിച്ചുകൊണ്ടേയിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.